അധ്യായം 5. ആളൊഴിഞ്ഞ ആ പാതയിൽ മാധുരിയും അയാളും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. തന്റെ മുന്നിലേക്ക് ചാടി വീണ അജ്ഞാതൻ പരിചിതനാണെന്ന് മനസ്സിലാക്കിയ മാധുരി പെട്ടെന്നുണ്ടായ ഞെട്ടലിൽ നിന്ന് മുഖയായി. നിനക്കെന്തു വേണം? തടസ്സമുണ്ടാക്കാതെ വഴിയിൽ നിന്ന് മാറ്, മാധുരി ആജ്ഞാപിച്ചു. അങ്ങനെ നിന്റെ ആജ്ഞ അനുസരിച്ച് പോകാൻ വന്നതല്ല ഞാൻ. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും ഗർവ്. നല്ല പൊക്കവും അതിനൊത്ത വണ്ണവുമുള്ള ആ ആജാനുബാഹു പുലമ്പി. ഒറ്റ നോട്ടത്തിൽ തന്നെ ഭയമുണർത്തുന്ന അയാളുടെ ശരീരചേഷ്ടകളും മുഖഭാവവും മാധുരി ആദ്യമായിട്ടായിരുന്നു ഇത്രയും അടുത്തുനിന്ന് കാണുന്നത്. കടകരാജവംശത്തിലെ യുവരാജാവല്ലേ നീ? വിക്രമാർജുനൻ അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. വഴിയിൽ നിന്ന് മാറി നിൽക്ക്, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. മാധുരിയും വിട്ടുകൊടുത്തില്ല. ഓഹോ, അത്ഭുതമായിരിക്കുന്നല്ലോ. അപ്പോൾ നിനക്കെന്നെ അറിയാം. നല്ലത്. നമ്മൾ പരിചിതരായ സ്ഥിതിക്ക് നമുക്കൊന്നിച്ചു പോയി സാധനങ്ങൾ വാങ്ങിയാലോ? നിന്നെപ്പോലെയുള്ള പെൺകുടികൾക്ക് ചന്തയിൽ നിന്ന് പലവിധ സാധനങ്ങൾ വാങ്ങുന്നതിൽ ഒരു പ്രത്യേക കമ്പമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിനക്ക് കൂട്ടുവരാം. വഷളൻ ചിരിച്ചുകൊണ്ട് വിക്രമൻ ആവശ്യം അറിയിച്ചു. വിക്രമ, എന്റെ മാർഗത്തിന് തടസ്സം സൃഷ്ടിക്കാതെ മാറി നിൽക്ക്. എനിക്ക് പോയിട്ട് ഒരുപാട് ജോലികളുണ്ട്. നിന്റെ കൂടെ ചന്തയിൽ നിരങ്ങലല്ല എന്റെ ജോലി. മാറി നിൽക്കൂ, മാധുരി ആജ്ഞാസ്വരത്തിൽ വീണ്ടും പറഞ്ഞു. തന്നെ നികൃഷ്ടമായി ആട്ടുന്ന മാധുരിയോട് വിക്രമാർജുനന് ഈർഷ്യ തോന്നിയെങ്കിലും അയാളത് പുറത്തു കാണിക്കാതെ വസ്ത്രത്തിനുള്ളിൽ നിന്ന് ഒരു വളയെടുത്തുകൊണ്ട് പറഞ്ഞു. നോക്കൂ, ഞാൻ നിനക്ക് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. നിറയെ രത്നം പതിപ്പിച്ച ഒരു വള. നീ ഇങ്ങനെ ഒരു വള മുമ്പ് കണ്ടിട്ടുണ്ടാവാൻ ഇടയില്ല. അവളുടെ നോട്ടം രത്നചകിതമായ ആ വളയിലെ കുഞ്ഞു കുഞ്ഞു രത്നങ്ങളിൽ ഉടക്കി. സവിശേഷ സിദ്ധിയുള്ള എന്തെങ്കിലും കല്ലുകളായിരിക്കും അതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഊഹിച്ചു മാധുരി. അത് അമരേന്ദ്രന് സമ്മാനിക്കാൻ ആഗ്രഹിച്ചു. അമരേന്ദ്രന്റെ നഷ്ടപ്പെട്ട ശക്തി തിരിച്ചു കിട്ടാൻ ഇവയ്ക്ക് എന്തെങ്കിലും സിദ്ധി ഉണ്ടെങ്കിലോ? അവൾ ആലോചനയിൽ മുഴുകി. എന്താണ് മാധുരി നീ ആലോചിച്ചു കൂട്ടുന്നത്? ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെന്നുണ്ടോ? വളരെ വിശേഷപ്പെട്ട രത്നങ്ങൾ തന്നെയാണിത്. വിക്രമാർജുനൻ വളയുടെ മേന്മകളെ പറ്റി വാചാലനായി. ഞാൻ ഈ രത്നങ്ങളുടെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു, അവൾ കണ്ണെടുക്കാതെ മറുപടി പറഞ്ഞു. വിക്രമാർജുനന്റെ ചുണ്ടിൽ അഭിമാനകരമായ ഒരു പുഞ്ചിരി വിടർന്നു. തന്റെ ഉദ്ദേശം നിറവേറിയതിലുള്ള സന്തോഷത്തോടെ അയാൾ നിർബന്ധിക്കാൻ ശ്രമിച്ചു. ഇത് നിനക്കായി ഞാൻ വാങ്ങിയതാണ്. കൂടുതലൊന്നും ആലോചിക്കാനില്ല മാധുരി. നീ ഇത് കയ്യിലണിയോ? അത് കാണുവാൻ എനിക്ക് തിടുക്കമായി. കടകരാജവംശവും അത്ര മോശമല്ലെന്ന് നിനക്ക് അറിവുള്ളതാണല്ലോ. ഈ പാഞ്ചാല ദേശത്തിലെ 2 രാജവംശങ്ങളിൽ പെട്ടവരാണല്ലോ നമ്മൾ. നീ ഇത് നിന്റെ മനോഹരമായ കൈകളിൽ അണിയോ? അതിലൊരു തെറ്റുമില്ല, വിക്രമാർജുനൻ നിർബന്ധപൂർവം പറഞ്ഞു. മാധുരി വളവാങ്ങാൻ കൈനീട്ടിയ നിമിഷം പൊടുന്നനെ അമരേന്ദ്രന്റെ കൈകൾ അവളെ തടഞ്ഞു. പെട്ടെന്ന് എവിടെ നിന്നാണ് അമരേന്ദ്രൻ അങ്ങോട്ടേക്ക് എത്തിയത് എന്ന് അവർ ഇരുവർക്കും മനസ്സിലായില്ലായിരുന്നു. അമരേന്ദ്രൻ ദേഷ്യത്തോടെ വിക്രമാർജുനന്റെ നേരെ തിരിഞ്ഞു. നിന്റെ ഒരു സമ്മാനം. മാധുരിക്ക് ഇതിന്റെ ആവശ്യമില്ല. കൊണ്ടുപോകൂ വിക്രമ. നീ ആരാ ഇതിൽ ഇടപെടാൻ? മാധുരിക്ക് ഇത് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞാനിത് സമ്മാനിച്ചിരിക്കും. നീ നിന്റെ കാര്യം നോക്ക് അമരേന്ദ്ര. വിക്രമാർജുനന് തന്റെ കോപം നിയന്ത്രിക്കാനായില്ല. മാധുരി, എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലെത്താൻ പറഞ്ഞിട്ട് ഈ വക വഷളന്മാരോട് സംസാരിച്ചു നിൽക്കുകയാണോ നീ? ഇവൻ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾക്ക് വളയും മാലയും കമ്മലും ഒക്കെ സമ്മാനിച്ചിട്ടുണ്ട്. സുന്ദരികളായ സ്ത്രീകൾക്ക് സമ്മാനങ്ങൾ നൽകലാണ് ഇവന്റെ പ്രധാന ജോലി. മാധുരിയെ പിന്തിരിപ്പിക്കാൻ എന്ന വണ്ണം അമരേന്ദ്രൻ വിശദീകരിച്ചു. അത് കേട്ടപ്പോൾ വിക്രമാർജുനൻ കോപം കൊണ്ട് ജ്വലിച്ചു. അമരേന്ദ്ര, സൂക്ഷിച്ചു സംസാരിക്കണം. സൂക്ഷിച്ചു തന്നെയാണ് സംസാരിക്കുന്നത് വിക്രമ. ഈ വേലയൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. മാധുരിയോട് എടുക്കണ്ട. എടുത്താൽ നീ വിവരമറിയും. അമരേന്ദ്രൻ ഭീഷണിയുടെ സ്വരമുയർത്തി. ഓഹോ, നീ എന്നെ വെല്ലുവിളിക്കാനൊക്കെ ആയോ? മഹാചക്ര പരീക്ഷയിൽ പരാജിതനായ നീയാണോ എന്നെ വകവരുത്താൻ പോകുന്നത്? എന്നാൽ ഒന്ന് കാണണമല്ലോ. സന്ദർഭം മോശമായപ്പോൾ വിക്രമന്റെ കൂട്ടാളികൾ അവർക്ക് ചുറ്റും കൂടി. അമരേന്ദ്രനെ പരിഹസിക്കുന്നത് കേട്ട് അവരെല്ലാം ആർത്തു ചിരിക്കാൻ തുടങ്ങി. കേട്ടോ കൂട്ടുകാരെ, വെറും 3 നക്ഷത്രങ്ങൾ മാത്രം നേടിയ ഇവനാണ് എന്നെ വെല്ലുവിളിക്കുന്നത്. വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയാനുള്ള ഈ അഹങ്കാരമൊന്നും അന്ന് കണ്ടില്ലല്ലോ അമരേന്ദ്ര.
എന്താ അന്ന് നിന്റെ ശക്തിയൊക്കെ ചോർന്നു പോയോ? പോയി തരത്തിൽ പോയി വെല്ലുവിളിക്കടാ. എന്നെ പോലെ ശക്തിമാന്മാരോട് കോർക്കാൻ നീ ആയിട്ടില്ല അമരേന്ദ്ര. വിക്രമൻ പരിഹാസവർഷം തുടർന്നു. അപമാനത്താൽ തല കുനിച്ചു നിന്ന അമരേന്ദ്രനെ നോക്കിക്കൊണ്ട് അവരെല്ലാം പരിഹാസച്ചിരി മുഴക്കി. അമരേന്ദ്രന്റെ അപമാനഭാരം കോപമായി സിരകളിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി. അമരേന്ദ്രൻ എന്തോ പറയാൻ മുതിരവേ വരുണമിത്രന്റെ വാക്കുകൾ കാതുകളിൽ അലയടിച്ചു. കുമാര, ഇവൻ നിന്റെ ശത്രുവല്ല. ഇവരാരും നിന്റെ ശത്രുക്കളല്ല. നിന്നെ ഏൽപ്പിച്ച ജോലിയിൽ മാത്രം വ്യാപൃതനാവുക. നമുക്ക് ആവശ്യമില്ലാത്തതെന്തിനേയും വിട്ടുകളയുക. അത് പരിഹാസമായാലും അപമാനമായാലും ശരി. അവരോടൊന്നും മറുപടി പറഞ്ഞ് സമയം കളയേണ്ട കാര്യമില്ല. പ്രവൃത്തിയാണ് യഥാർത്ഥ മറുപടി. ഗുരുജിയുടെ വാക്കുകൾ കേട്ടതും അമരേന്ദ്രൻ മാധുരിയോടൊത്ത് അവിടെ നിന്നും പോവാൻ ഒരുങ്ങി. അപ്പോഴും വിക്രമാർജുനന്റെയും കൂട്ടാളികളുടെയും പരിഹാസം അടങ്ങിയിരുന്നില്ല. തനിക്ക് നേരിട്ട അപമാനത്തെ വിക്രമാർജുനൻ അതേ നാണയത്തിൽ പകരം കൊടുത്തുകൊണ്ടിരുന്നു. അമരേന്ദ്രൻ താഴോട്ടു മാത്രം ദൃഷ്ടി ഉറപ്പിച്ചു നടന്നു. തന്റെ കൂട്ടുകാരനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ മാധുരിയും അമരേന്ദ്രനെ അനുഗമിച്ചു. മരത്തിനു പിന്നിൽ മറഞ്ഞു നിന്ന് ഈ സന്ദർഭങ്ങളെല്ലാം വീക്ഷിക്കുകയായിരുന്ന നിഘണ്ഠനും അവർക്ക് പിന്നാലെ അവിടെ നിന്നും നീങ്ങി. അമരേന്ദ്രൻ കൊട്ടാരത്തിലെത്തിയ പാടെ തന്റെ മുറിയിൽ പോയി കഥകടച്ചു. കണ്ണുകളിൽ തളം കെട്ടി നിന്നിരുന്ന ദുഃഖത്തെ മുഴുവൻ അയാൾ ഭിത്തിയിലടിച്ച് കഴുകിക്കളഞ്ഞു. രോഷമടക്കാനാവാതെ അയാൾ വീണ്ടും വീണ്ടും ഭിത്തിയെ ഇടിച്ചുകൊണ്ടിരുന്നു. ചോര പൊടിയുമാറ് ശക്തിയിലുള്ള അയാളുടെ താഠനം കണ്ട് വരുണമിത്രൻ ഉണർന്നു. എന്തു വിഡിത്തമാണ് നീ കാണിക്കുന്നത് കുമാര? ഇനിയും എത്ര കാലം ഞാൻ ഈ നാണക്കേടും പേര് ജീവിക്കണം? അപമാനഭാരം കൊണ്ട് ഭൂമി പിളർന്ന് മണ്ണടിഞ്ഞാലും ഞാൻ സന്തോഷിക്കും. അമരേന്ദ്രന്റെ സങ്കടം അണപൊട്ടി ഒഴുകി. കുമാര, ഞാൻ പറഞ്ഞതെല്ലാം നീ മറന്നോ? ഗുരുജി പ്രതിവചിച്ചു. മറന്നിട്ടല്ല ഗുരുജി. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്ര അപമാനങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ മനസ്സ് തകർന്നു പോകുന്നു. എന്നോട് ക്ഷമിക്കണം. ഒരു ദീർഘനിശ്വാസത്തിന് ശേഷം അമരേന്ദ്രൻ തുടർന്നു. നമ്മൾ എന്നാണ് ഗുരു പരിശീലനം ആരംഭിക്കുന്നത്? സമയം പാഴാക്കാതെ വേഗം ആരംഭിക്കാം. എനിക്കിനിയും ഇത് സഹിക്കാൻ വയ്യ. നിന്റെ ഉത്സാഹം നല്ലത് തന്നെ കുമാര. ആദ്യം അമൃതധാരയുടെ പണികൾ ആരംഭിക്കാം. അതിന് ചില ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. ഒരു വലിയ പാത്രം തിളച്ച വെള്ളം കൊണ്ടുവരിക. വരുണമിത്രൻ ആജ്ഞാസ്വരത്തിൽ കൽപ്പിച്ചു. അമരേന്ദ്രൻ വെള്ളം തിളപ്പിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഗുരുജി ചില ഔഷധ സസ്യങ്ങൾ അതിലേക്ക് സമർപ്പിച്ചു. ഓരോ ഔഷധ സസ്യങ്ങൾ വന്നു വീഴുമ്പോഴും തിളച്ച വെള്ളത്തിന്റെ നിറം മാറാൻ തുടങ്ങി. പെട്ടെന്ന് അമരേന്ദ്രന്റെ മുറിയിലെ കട്ടിലിനും ജാലകത്തിനുമിടയിൽ ഒരു വിടവ് പ്രത്യക്ഷപ്പെട്ടു. ആ വിടവിൽ വരുണമിത്രൻ ധ്യാനനിരതനായിരുന്നു. അദ്ദേഹത്തിന് മുന്നിൽ ഒരു യാഗാഗ്നിയും പ്രത്യക്ഷപ്പെട്ടു. അമരേന്ദ്രൻ കൗതുകത്തോടെ ആ കാഴ്ച നോക്കി നിന്നപ്പോൾ വരുണമിത്രൻ കൽപ്പിച്ചു. അമരേന്ദ്ര, യാഗാഗ്നിക്ക് മുന്നിൽ ഉപവിഷ്ടനാകൂ. അമരേന്ദ്രൻ കണ്ണുകൾ അടച്ച് ധ്യാനത്തിനെന്ന പോലെ ഗുരുജിയുടെ അടുത്തിരുന്നു. ഗുരുജി മന്ത്രോച്ചാരണങ്ങൾ ഉരുവിട്ടുകൊണ്ട് യാഗാഗ്നിയിലേക്ക് തീർത്ഥം സമർപ്പിച്ചുകൊണ്ടിരുന്നു. തീയാളുകയും ജ്വാല കെട്ടടങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതൊരു പ്രാരംഭഘട്ട പൂജ മാത്രമാണ്. നീ ഇപ്പോൾ ചെയ്യേണ്ടത് മനസ്സിനെ കേന്ദ്രീകരിക്കുക എന്നതാണ്. മനസ്സിനെ പൂർണ്ണമായും വരുതിയിലാക്കിയ ഒരാൾക്ക് മാത്രമേ മറ്റൊരാളുടെ മനസ്സിനെയും അയാളുടെ ആത്മവിശ്വാസത്തെയും തിരിച്ചറിയാൻ കഴിയൂ. ഗുരുജി അമരേന്ദ്രനോടായി പറഞ്ഞു. തീർച്ചയായും ഗുരുജി, ഞാൻ എന്റെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കാം. അമരേന്ദ്രൻ പ്രതിവചിച്ചുകൊണ്ട് തന്റെ ശ്രദ്ധയൊന്നാൻ ശ്രമിച്ചു. ഉടനെ അവന്റെ മനസ്സ് മഹാചക്ര പരീക്ഷയുടെ ദിവസത്തിലേക്ക് പാഞ്ഞു. വാസുകി തന്നെ അപമാനിച്ചതും തന്റെ പ്രണയം നിരസിച്ചതും പിതാവ് ഹൃദയം നുറുങ്ങിയിരുന്നതുമെല്ലാം അമരേന്ദ്രന്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തി. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും മനസ്സിനെ തുളയ്ക്കുന്ന ഓർമ്മകളെ പോലെ അവ അമരേന്ദ്രനെ വീണ്ടും വീണ്ടും വേട്ടയാടിക്കൊണ്ടിരുന്നു. പഴയതിനേക്കാൾ ആഴത്തിൽ. അമരേന്ദ്രന്റെ ഉള്ളിൽ കോപം ആളും തോറും യാഗാഗ്നിയും ജ്വലിക്കാൻ തുടങ്ങി. താൻ നേരിട്ട അപമാനം മൂലമുണ്ടായ കോപം ശമിക്കാത്തതിനാൽ യാഗാഗ്നിയും വലിയ ഉയരത്തിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. തീ യാഗകുണ്ഡത്തിൽ നിന്നും ചുറ്റിലേക്കും പരക്കാൻ തുടങ്ങി. അമരേന്ദ്രന് സ്വന്തം ദേഷ്യം നിയന്ത്രിക്കാനാവാത്തതിനാൽ ഈ എല്ലായിടത്തും പടർന്നു. സമയം നീങ്ങും തോറും
ക്രോധത്തിന്റെയും യാഗാഗ്നിയുടെയും വ്യാപ്തി ഇരട്ടിയായി വർദ്ധിക്കാൻ തുടങ്ങി. അമരേന്ദ്ര, ഉള്ളിലാളുന്ന കോപാഗ്നി കുറയ്ക്കൂ. നിന്റെ കോപത്തിന്റെ ജ്വാലയാണ് ഇവിടെ കത്തിത്തീരുന്നത്. വരുണമിത്രൻ ആജ്ഞാപിച്ചു. നിന്റെ ഹൃദയത്തിൽ ഒരുപാട് ക്രോധമുണ്ട് അമരേന്ദ്ര. ആ താപം അണച്ചേ മതിയാവൂ. കോപം കൊണ്ട് ജ്വലിക്കുന്ന മനസ്സ് സജീവമായ അഗ്നിപർവ്വതം പോലെയാണ്. അതെപ്പോഴും ചൂട് ലാവയും ചാരവും വമിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് നിനക്കും നിന്റെ ചുറ്റുമുള്ളവർക്കും അപകടം വിതയ്ക്കും. അമരേന്ദ്രൻ എത്ര കിണഞ്ഞു ശ്രമിച്ചിട്ടും ആ ചിന്തകൾ അയാളെ വീണ്ടും വീണ്ടും അലട്ടിക്കൊണ്ടേയിരുന്നു. ഒരു തരത്തിലും തീ കെടുന്നില്ലെന്ന് കണ്ട വരുണമിത്രൻ തന്റെ സർവശക്തിയും ഉപയോഗിച്ച് തീ കെടുത്തി. അമരേന്ദ്ര, ജാഗരൂകനായിരിക്കുക. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കൂ. കോപം കൊണ്ട് ജ്വലിക്കുന്ന മനസ്സ് ഉപയോഗശൂന്യമായ ശരീരം പോലെയാണ്. വരുണമിത്രൻ വീണ്ടും തന്റെ ശിഷ്യനെ ഉപദേശിക്കാൻ ശ്രമിച്ചു. അമരേന്ദ്രൻ വീണ്ടും ധ്യാനനിരതനായി. വാസുകിയെക്കുറിച്ചുള്ള ചിന്തകളെ ബോധത്തിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പകരം പാഞ്ചാല രാജൻ അരുണേന്ദ്ര രാജനെ കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകാൻ അദ്ദേഹവും ആവും വിധം പരിശ്രമിച്ചു. പിതാവിനെ കുറിച്ച് ഓർത്തതും അയാളുടെ രക്തം കൂടുതൽ തിളച്ചു മറിയാൻ തുടങ്ങി. പിതാവ് അപമാനഭാരത്താൽ തലകുറിച്ചു നിൽക്കുന്ന ചിത്രം അയാളുടെ ബോധത്തിൽ നിറഞ്ഞു. വാസുകിയോട് കയർത്ത് നെഞ്ചിൽ പിടിച്ച് പിതാവ് സിംഹാസനത്തിലിരിക്കുന്ന രൂപം അമരേന്ദ്രനിൽ ഇടയ്ക്കിടയ്ക്ക് മിന്നിമറഞ്ഞു. രക്തം ക്രമരഹിതമായി സിരയിലൂടെ ഒഴുകാൻ ആരംഭിച്ചു. തലച്ചോറിനെ വരിഞ്ഞു മുറുക്കുന്ന വേദനയിൽ അമരേന്ദ്രൻ ഇരുന്നിടത്തു നിന്നും മറിഞ്ഞു വീണു. വരുണമിത്രൻ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അന്താളിച്ചിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുന്നേ തന്നെ അമരേന്ദ്രൻ കിടന്നിരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. അമരേന്ദ്രന്റെ വായിലൂടെ ക്രമാതീതമായി രക്തം വമിച്ചു. ഇതെല്ലാം കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത് വരുണമിത്രനായിരുന്നു. അദ്ദേഹം ഇതൊന്നും യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. അവസാനം ബോധമറ്റ് അമരേന്ദ്രൻ മയങ്ങി വീണു. അമരേന്ദ്ര, എഴുന്നേൽക്കൂ. ഇതൊരു സാധാരണ യാഗമായിരുന്നല്ലോ. അസാധാരണമായ ഒരു ഫലശ്രുതിയും ഇല്ലാതിരുന്നിട്ടും ഇതെന്തേ ഇങ്ങനെ സംഭവിക്കാൻ? വരുണമിത്രൻ ചിന്തിച്ചു. ബന്ധപ്പെട്ട് എന്തൊക്കെയോ മന്ത്രോച്ചാരണങ്ങൾ അദ്ദേഹം ജപിച്ചുകൊണ്ടിരുന്നു. അമരേന്ദ്രനെ ആ മയക്കത്തിൽ നിന്നും ഉണർത്താൻ കഴിയുമെന്ന് കരുതുന്ന ഒരുപാട് മന്ത്രങ്ങൾ അദ്ദേഹം ഇടതടവില്ലാതെ ഉരുവിട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഒരു മന്ത്രത്തിനും പൂജയ്ക്കും അമരേന്ദ്രനെ ആ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കാനായില്ല. തന്റെ സകല സിദ്ധികളും പരീക്ഷിച്ച് പരാജയപ്പെട്ടപ്പോൾ വരുണമിത്രൻ പരിഭ്രാന്തനായി അമരേന്ദ്രനെ വീക്ഷിച്ചു. ക്രമരഹിതമായി അയാൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരുന്നു. കാണുന്നവർക്ക് പേടി തോന്നും വിധം ഇടനെഞ്ച് മുകളിലോട്ടും താഴോട്ടും ചലിച്ചുകൊണ്ടിരുന്നു. യാഗാഗ്നിയിൽ നിന്നും വെളുത്ത പുകയെ അമരേന്ദ്രന്റെ ദേഹത്തിലൂടെ കടത്തിവിടാൻ അനുവദിച്ചു. അയാൾ കിടക്കുന്ന സ്ഥലത്തേക്ക് ആ വെള്ളപ്പുകയെ കടത്തിവിട്ടു. എന്നിട്ടും പ്രത്യേകിച്ചൊരു മാറ്റവും അമരേന്ദ്രനിൽ സംഭവിക്കാത്തത് കണ്ട് വരുണമിത്രൻ എന്ത് ചെയ്യണമെന്നറിയാതെ അന്താളിച്ചു നിന്നു. ഇനി എത്ര നേരം അമരേന്ദ്രന്റെ ശരീരത്തിൽ ശ്വാസം നിലനിൽക്കുമെന്നറിയാതെ ഭയന്ന വരുണമിത്രൻ ചുറ്റുപാടും കണ്ണോടിച്ചു. തന്നിലെ സകല ശക്തികളും ഇവിടെ പരാജയപ്പെടുകയാണല്ലോ എന്നോർത്തപ്പോൾ വരുണമിത്രനിൽ അവശേഷിച്ച കരുത്തുകൂടി ചോർന്നു പോകാൻ തുടങ്ങി. നൂലുപോലെ നേർത്തു വരുന്ന ശ്വാസത്തെ എങ്ങനെയും ആ ശരീരത്തിൽ പിടിച്ചു നിർത്തണമെന്ന ആഗ്രഹത്താൽ വരുണമിത്രൻ അമരേന്ദ്രന്റെ കൈകൾ രണ്ടും ഉയർത്താനും താഴ്ത്താനും തുടങ്ങി. ജീവൻ രക്ഷാമന്ത്രങ്ങൾ പലതും ഉരുക്കഴിച്ചുകൊണ്ട് കുറച്ചു നിമിഷത്തേക്ക് അദ്ദേഹം ആ പ്രവൃത്തി തുടർന്നു. പെട്ടെന്നാണ് വരുണമിത്രന് അമൃതധാരയുടെ കാര്യം ഓർമ്മയിൽ വന്നത്. എന്തുകൊണ്ട് തനിക്കിത് മുന്നേ ഓർമ്മ വന്നില്ല? എന്തായാലും ഇത് തന്നെ പരീക്ഷിക്കാം. ഒരു അവസാന ശ്രമമെന്ന നിലയിൽ തനിക്കിനി ഇത് മാത്രമേ ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം വിധി പോലെ വരട്ടെ എന്നോർത്തുകൊണ്ട് വരുണമിത്രൻ അമൃതധാര ഉണ്ടാക്കി വെച്ച പാത്രത്തിനരികിലേക്ക് നടന്നു. ഒരു അവസാന ശ്രമമെന്ന നിലയ്ക്ക് ആ ദിവ്യ ഔഷധം കൊണ്ടുവന്ന് അമരേന്ദ്രന്റെ ശരീരമാകെ പുരട്ടാൻ തുടങ്ങി. ഓരോ തവണ ശരീരത്തിലേക്ക് ആ പാനീയം പകരുമ്പോഴും ശ്വാസഗതി നേരെയാകുന്നത് വരുണമിത്രനിൽ ആശ്വാസം ജനിപ്പിച്ചു. കുറച്ചു സമയത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം അമരേന്ദ്രന്റെ ശരീരം മെല്ലെ മെല്ലെ മെച്ചപ്പെടാൻ തുടങ്ങി. ഓരോ ശരീരാവയവങ്ങളും അതിന്റെ യഥാവിധി പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങാൻ തുടങ്ങി.
ഹൃദയമിടിപ്പും ശ്വാസഗതിയും സാധാരണഗതിയിലായി. വരുണമിത്രൻ വലിയൊരു നെടുവീർപ്പിട്ടുകൊണ്ട് അമരേന്ദ്രനെ താഴെയുള്ള പരവതാനിയിലേക്ക് മലർത്തിക്കിടത്തി. പൂർണ്ണ ആരോഗ്യവാനായി അമരേന്ദ്രൻ എഴുന്നേറ്റ് വരുമെന്ന് ഏറെക്കുറെ ആ ഗുരുനാഥൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അമരേന്ദ്ര, ഈ മയക്കത്തിൽ നിന്നും നീ ഇനി ഉണരുമ്പോൾ തീർത്തും പുതിയൊരു യോദ്ധാവായിട്ടായിരിക്കും ഉണരുക. ജീവിതം നിനക്കിനി ഒരിക്കലും പഴയതുപോലെ ആകില്ല കുമാര. ജയിക്കാൻ തയ്യാറായിക്കൊണ്ട് നാളത്തെ പ്രഭാതത്തെ പുൽകുക. മയങ്ങിക്കിടന്ന അമരേന്ദ്രനോട് വരുണമിത്രൻ ആശംസിച്ചു. നാളത്തെ പ്രഭാതം, അത് അമരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിരുന്നു. ആ നിദ്രയിൽ നിന്നും അദ്ദേഹം ഉണരുമ്പോൾ പുതിയൊരു ലോകമായിരിക്കുമോ, അതോ പഴയതിനേക്കാൾ പേടിപ്പിക്കുന്ന ഭാവിയായിരിക്കുമോ അമരേന്ദ്രനെ കാത്തിരിക്കുന്നതെന്ന് വരുണമിത്രനുൾപ്പെടെ ആർക്കും അറിയില്ലായിരുന്നു. അധ്യായം 6. ബ്രഹ്മമുഹൂർത്തത്തിന്റെ അലയൊലികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. രാത്രിചാരികളായ ചില പക്ഷികളുടെ ശബ്ദങ്ങൾ മാത്രം കേൾക്കാം. നേർത്ത കാറ്റിൽ ഇളകിയാടുന്ന ഇലകളുടെ മർമ്മരം പോലും വേർതിരിച്ചറിയാം. അത്രയ്ക്കും ശാന്തസുന്ദരമായ ഒരു പ്രഭാതം. ശരീരത്തിന് വല്ലാത്തൊരു ഉന്മേഷം. ഇത്രയും സുന്ദരമായ ഒരു പ്രഭാതം ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവവേദ്യമാക്കാത്ത പോലെ, തനിക്കൊപ്പം ചുറ്റുമുള്ള ലോകം പോലും മാറിയ പോലെ തോന്നി അമരേന്ദ്രന്. ശരീരത്തിന് എന്തോ വിചിത്രമായ ഒരു മാറ്റം സംഭവിച്ചതുപോലെ. ആ മാറ്റത്തിന് ഹേതു എന്തെന്നോ, അതിനു മുൻപ് തന്നിൽ എന്തൊക്കെ സംഭവിച്ചെന്നോ ഒന്നും അമരേന്ദ്രന് ഓർമ്മിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് തീർത്തും പുതിയൊരു മനുഷ്യനായി അയാൾ രൂപാന്തരം പ്രാപിച്ചിരുന്നു. ഉറക്കമുണർന്ന് പുതിയൊരു പുലരിയിലേക്കായി കൺതുറന്ന അമരേന്ദ്രൻ ചുറ്റുപാടും ഒന്ന് നോക്കി. വളരെ സാവധാനത്തിൽ അവിടെയുള്ള എല്ലാത്തിനെയും നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ജാലകത്തിനടുത്തേക്ക് നീങ്ങി. ഭംഗിയായി വരച്ചുവെച്ച ഒരു ചിത്രം പോലെ തോന്നിച്ചു അന്നത്തെ ആ പ്രഭാതം. നിലാവ് പൊഴിച്ചിട്ട പാൽപുതപ്പിനെ എടുത്തുമാറ്റി ഒളിവിതറാൻ ഒരുങ്ങി നിൽക്കുന്ന അർക്കകാന്തിയെ ആസ്വദിച്ച് അമരേന്ദ്രൻ നിന്നു. പെട്ടെന്നാണ് അമൃതധാരയെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചത്. തന്റെ കട്ടിലിന് തൊട്ടടുത്തിരിക്കുന്ന മൺഭരണിയിലേക്ക് നോക്കി അമരേന്ദ്രൻ ഒരു നിമിഷം ചിന്താമഗ്നനായി. ഇത് കണ്ടിട്ട് തനി വെള്ളം പോലെ ഇരിക്കുന്നല്ലോ. ഇതാണോ ഗുരുജി പറഞ്ഞ ആ അത്ഭുത പാനീയം? അതേ കുമാര, ഇതാണ് അമൃതധാര. എല്ലാ ഔഷധക്കൂട്ടുകളും സമം ചേർത്ത് ഞാൻ ഉണ്ടാക്കിയതാണ്. വരുണമിത്രൻ അമരേന്ദ്രന്റെ സംശയം ദൂരീകരിക്കും മട്ടിൽ പറഞ്ഞു. ഞാൻ നിനക്ക് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒന്ന്, അമൃതധാര പാനീയം സേവിക്കാൻ കൃത്യമായ കാലാവധിയുണ്ട്. ഇനി ഒരു തവണത്തേക്ക് കൂടി ഈ പാനീയം സേവിക്കാൻ കുമാരന് സാധിക്കില്ല. ഗുരുജി പറഞ്ഞു നിർത്തി. അപ്പോൾ ഇനിയും സേവിക്കണമെങ്കിൽ വീണ്ടും ആദ്യം മുതൽ ഉണ്ടാക്കണം എന്നാണോ? ആകാംക്ഷ മറച്ചുവെക്കാനാവാതെ അമരേന്ദ്രൻ ഇടയ്ക്ക് കയറി. ഞാൻ പറഞ്ഞു തീർക്കട്ടെ കുമാര. ഒരു യോദ്ധാവിന് ഏറ്റവും അത്യാവശ്യം ക്ഷമയാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ, വരുണമിത്രൻ ഓർമ്മിപ്പിച്ചു. ക്ഷമിക്കണം ഗുരുജി, ഇനിയും ഈ ഔഷധക്കൂട്ടുകളെല്ലാം വാങ്ങേണ്ടി വരുമോ എന്ന് ഓർത്തുകൊണ്ട് ചോദിച്ചു പോയതാണ്. അമരേന്ദ്രൻ ക്ഷമാപണം നടത്തി. തീർച്ചയായും പുതിയ പാനീയം നിർമ്മിക്കണമെങ്കിൽ പുതിയ ഔഷധക്കൂട്ടുകൾ നിർബന്ധമാണ് കുമാര. അത് ഇന്ന് തന്നെ വാങ്ങിക്കുകയും വേണം. സമയം കളയാനില്ല നമുക്ക്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഔഷധക്കൂട്ടുകൾക്കൊപ്പം വാങ്ങിയ ആ മരതക കല്ലിനെ പറ്റിയാണ്. അതൊരു വിശേഷ സിദ്ധിയുള്ള മരതകമാണ്. അതേപ്പറ്റി കുമാരനോട് ഇന്നലെ സൂചിപ്പിക്കാൻ മറന്നു. വരുണമിത്രൻ എന്തോ ഓർത്തുകൊണ്ട് പറഞ്ഞു നിർത്തി. പറയൂ ഗുരുജി, എന്ത് പ്രത്യേകതയാണ് ആ കല്ലിനുള്ളത്? എന്ത് അത്ഭുത ശക്തിയാണ് അത് പ്രദാനം ചെയ്യുക? അമരേന്ദ്രൻ അന്വേഷിച്ചു. തിടുക്കം വേണ്ട കുമാര. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ ജയപരാജയങ്ങൾക്കും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഈ കല്ല് നിനക്കിപ്പോൾ ഉപകാരത്തിൽ വരില്ല. നിനക്കുമീതെ ഒരു അശുഭ നക്ഷത്രം ബലം വെക്കുന്നുണ്ട്. നിനക്കിപ്പോൾ അത്ര നല്ല സമയമല്ലെന്ന് ചുരുക്കം. അത് മാറി നിന്നാൽ മാത്രമേ ഈ മരതക കല്ലിന്റെ യഥാർത്ഥ ശക്തി നിന്നിൽ പ്രവർത്തിക്കൂ. യോദ്ധാക്കൾക്ക്
പ്രധാനമാണ് ഈ കല്ല്. അത്രമാത്രം മനസ്സിലാക്കൂ. വരുണമിത്രൻ പറഞ്ഞു. നല്ല സമയമെന്ന് പറയുമ്പോൾ? അമരേന്ദ്രൻ സംശയം ഒഴിയാതെ ചോദിച്ചു. നിന്റെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇത് നിനക്ക് മോശം സമയമാണ്. ഇത് മാറണമെങ്കിൽ അഷ്ടമത്തിൽ കേതു മാറി രാഹു വരണം. രാഹുകാലത്ത് മാത്രമേ ഈ മരതക കല്ല് അതിന്റെ യഥാർത്ഥ ശക്തിയിൽ നിന്നിൽ പ്രവർത്തിക്കൂ. അതിന് എത്ര സമയമെടുക്കുമെന്നോ എത്രമാത്രം ശക്തി നിനക്ക് ലഭിക്കുമെന്നോ എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. ഗുരുജി വിശദീകരിച്ചു. കഠിനാധ്വാനത്തിലൂടെ മാത്രമേ നിനക്കതും നേടിയെടുക്കാനാവൂ. കഠിനമായി സ്ഥിരോത്സാഹത്തോടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നിനക്ക് അനുകൂലമായ സമയം വരുമ്പോൾ ആ ശക്തിയും നിന്നെ തേടിയെത്തും. പരിശ്രമിക്കാതെ ഒന്നും നേടുക അസാധ്യമെന്ന കാര്യം സ്മരണയിലുണ്ടാവട്ടെ. ഗുരുജി തുടർന്നു. അമരേന്ദ്രൻ എല്ലാം ശ്രദ്ധയോടെ ശ്രവിച്ച ശേഷം ചോദിച്ചു. ഗുരുജി, അങ്ങ് പറയുന്ന പോലെ വിജയത്തിനു വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അങ്ങ് പറഞ്ഞ പോലെ വീണ്ടും അമൃതധാര നിർമ്മിക്കണമെങ്കിൽ അത്രയും തന്നെ ഔഷധക്കൂട്ടുകൾ വീണ്ടും വാങ്ങേണ്ടി വരില്ലേ? തീർച്ചയായും കുമാര, അതിലെന്താണ് സംശയം? ഗുരുജി പ്രതിവചിച്ചു. എന്നാലും ഗുരുജി, വീണ്ടും അത്രയും പണം ഞാൻ എങ്ങനെ ഉണ്ടാക്കും? ഞാൻ ആരോട് ചോദിക്കും? ഞാൻ ഒരു യുവരാജാവായി പോയില്ലേ. ആരുടെ മുന്നിലും പോയി കൈനീട്ടാൻ സാധിക്കുമോ? അത് ഈ രാജ്യത്തിന് തന്നെ അപമാനകരമല്ലേ? അമരേന്ദ്രൻ തന്റെ സങ്കടം മറച്ചു വെച്ചില്ല. നീ എന്തിനാണ് കുമാര വിഷമിക്കുന്നത്? പണം പാഞ്ചാല രാജനോട് ചോദിച്ചാലും അദ്ദേഹം തരാതിരിക്കില്ലല്ലോ. വരുണമിത്രൻ ഒരു ഭയം മുന്നോട്ട് വെച്ചു. അയ്യോ, അത് ബുദ്ധിമുട്ടാണ് ഗുരുജി. എന്റെ പിതാവ് ഞാൻ കാരണം അത്യന്തം വിഷമത്തിലാണിപ്പോൾ. ഇതിനിടയിൽ അദ്ദേഹത്തോട് പണം യാചിക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിന് മുന്നിൽ ഇനിയും തലകുനിച്ചു നിൽക്കാൻ എനിക്ക് കഴിയില്ല ഗുരുജി. അമരേന്ദ്രൻ സങ്കടത്തോടെ അറിയിച്ചു. പണം സ്വരൂപിക്കേണ്ടത് നിന്റെ മാത്രം കടമയാണ് അമരേന്ദ്ര. അതിലെനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വരുണമിത്രൻ നിസ്സഹായനായി. അമൃതധാര സേവിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം നിനക്കിപ്പോൾ ബോധ്യമായി കാണുമല്ലോ കുമാര. 4 നക്ഷത്രങ്ങളുടെ ശക്തിയുണ്ട് നിനക്കിപ്പോൾ. അത് നിന്റെ ശരീരപ്രകൃതിയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നിനക്കത് അനുഭവവേദ്യമാകാൻ പോകുന്നതേയുള്ളൂ. കാത്തിരിക്കുക. വരുണമിത്രൻ വിശദീകരിച്ചു. ഇതേ സമയം വാസുകിയുടെ ചാരൻ നികണ്ഠൻ അമരേന്ദ്രന്റെ മുറിയുടെ പിന്നിൽ നിന്നും പതുങ്ങി പതുങ്ങി കൊട്ടാര മൈതാനത്തിന് പുറത്തേക്ക് നടന്നു. ഇത്രയും സമയം അമരേന്ദ്രന്റെ ഓരോ നീക്കത്തെയും പിന്തുടർന്നിരുന്ന അയാൾക്ക് അതെല്ലാം വാസുകിയെ സമയാസമയങ്ങളിൽ അറിയിക്കേണ്ടിയിരുന്നു. ആളൊഴിഞ്ഞൊരിടനാഴിയിലെത്തിയപ്പോൾ നികണ്ഠൻ കയ്യിൽ കെട്ടിയിരുന്ന മാന്ത്രിക ഘടികാരത്തിൽ തൊട്ടു. പെട്ടെന്ന് ഭൂമി പിളർന്ന് അയാൾ താഴേക്ക് പോയി. പൊടിപടലങ്ങൾ നിറഞ്ഞു. കാഴ്ച മറഞ്ഞെങ്കിലും അല്പസമയത്തിനകം മുന്നിലൊരു തുരങ്കം അയാൾക്ക് മുന്നിൽ ദൃശ്യമായി. ഭൂമിക്കടിയിലൂടെ നീണ്ടുപോയ ആ ഭൂഗർഭ പാത ചെന്ന് അവസാനിച്ചത് വാസുകിയുടെ അന്തപുരത്തിന് താഴെയാണ്. നികണ്ഠൻ താഴെ എത്തിയതായി മനസ്സിലാക്കിയ വാസുകി അവന് മുന്നിലേക്ക് എത്തി. വാസുകിയെ കണ്ടപ്പോൾ നികണ്ഠൻ തലകുനിച്ച് തന്റെ യജമാന ഭക്തി വ്യക്തമാക്കി. പറയൂ നികണ്ഠ, എന്താണ് നിന്റെ നിരീക്ഷണങ്ങൾ? ആ ഭീരു അമരേന്ദ്രൻ അവിടെ എന്തു ചെയ്യുന്നു? വാസുകി അന്വേഷിച്ചു. അമരേന്ദ്ര രാജകുമാരൻ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കുമാരി. അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു വൃദ്ധയോഗിയും കൂടെയുണ്ട്. നികണ്ഠൻ പ്രതിവചിച്ചു. അത് കേട്ട് വാസുകി പുച്ഛഭാവത്തോടെ പറഞ്ഞു. ആ ഭീരുവിനോട് എന്താണ് ഇത്രയും ബഹുമാനം? രാജകുമാരനോ? അവനെ പേര് പറഞ്ഞ് അഭിസംബോധന മതിയാകും. ഉത്തരവ് പോലെ കുമാരി. അടിയനോട് ക്ഷമിക്കുക. നികണ്ഠൻ തനിക്ക് പിണഞ്ഞ അബദ്ധത്തിന് ക്ഷമയാചിച്ചു. എന്നിട്ട് ബാക്കി വിവരങ്ങൾ എന്തൊക്കെയാണ്? വാസുകി തിരക്കി. എനിക്ക് അമരേന്ദ്രകുമാരന്റെ പെട്ടെന്ന് വായിൽ നിന്ന് വീണ അബദ്ധം മനസ്സിലാക്കിയ നികണ്ഠൻ ഒന്ന് നിർത്തിയതിനു ശേഷം തുടർന്നു. കുമാരി, എനിക്ക് അമരേന്ദ്രന്റെ മുറിയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ശബ്ദം കേൾക്കാൻ മാത്രമേ കഴിയൂ. എന്തൊക്കെയോ ഔഷധക്കൂട്ടുകൾ വാങ്ങിക്കൊണ്ട് വരേണ്ടതിനെ പറ്റിയാണ് അവർ സംസാരിച്ചിരുന്നത്. എന്തിനുള്ള മരുന്നുകളാണെന്നോ എന്തൊക്കെ മരുന്നുകളാണെന്നോ എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. നികണ്ഠൻ ഓർത്തു പറയാൻ ശ്രമിച്ചു. ഔഷധമോ? എന്തൗഷധം? അപ്പോൾ കൂടെയുള്ളത് വൈദ്യനായിരിക്കുമോ? വാസുകി സംശയത്തോടെ ഉന്നയിച്ചു. അതറിയില്ല കുമാരി. അദ്ദേഹത്തെ ഞാനും കണ്ടിട്ടില്ല.
ഒരു യോഗിയുടേതെന്ന പോലെയുള്ള ശബ്ദം മാത്രമേ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. അദ്ദേഹമാണ് അമരേന്ദ്രന്റെ പരിശീലനത്തിനുള്ള മുഴുവൻ ചുമതലയും എന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. വേറെ ആരും തന്നെ ആ മുറിയിലേക്ക് പോകുന്നതും കണ്ടില്ല. നികണ്ഠൻ തന്റെ നിഗമനങ്ങൾ അവതരിപ്പിച്ചു. ഓഹോ, അത് ശരി. അങ്ങനെ ഒരു യോഗിയെ പറ്റി ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ. വാസുകിയുടെ സംശയങ്ങൾ ഇരട്ടിച്ചു. പക്ഷേ കുമാരി, പിറ്റേന്ന് മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന അമരേന്ദ്രന് എന്തോ ഒരു ഉന്മേഷം വർദ്ധിച്ചതായി എനിക്ക് തോന്നി. ബലത്തിന്റെ കാര്യത്തിൽ അയാൾ ഒരു നക്ഷത്രമെങ്കിലും മുന്നേറിയിരിക്കണം. പറഞ്ഞത് കൂടിപ്പോയോ എന്ന ശങ്കയിൽ നികണ്ഠൻ പറഞ്ഞു നിർത്തി. പെട്ടെന്നെന്തോ അരുതാത്തത് കേട്ട പോലെ വാസുകിയുടെ മുഖം കോപം കൊണ്ടും നിരാശ കൊണ്ടും വിവർണമായി. ഹേ, അതെങ്ങനെ സാധിക്കും? ഒറ്റ രാത്രി കൊണ്ട് എന്ത് മായാജാലമായിരിക്കും അവനിൽ സംഭവിച്ചിട്ടുണ്ടാവുക? നികണ്ഠ, എന്താണ് അവർ ചന്തയിൽ നിന്ന് വാങ്ങിയതെന്ന് കൃത്യമായി മനസ്സിലാക്കണം. ആരാണ് അവന്റെ സഹായി എന്നറിയാൻ ഒരു വഴിയുമില്ലേ? നിരാശ നിറഞ്ഞ സ്വരത്തിൽ വാസുകി അന്വേഷിച്ചു കൊണ്ടിരുന്നു. ഇല്ല കുമാരി, ഇതുവരെ ആയിട്ടും അദ്ദേഹത്തിന്റെ സ്വരമല്ലാതെ മറ്റൊന്നും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. നികണ്ഠൻ തന്റെ നിസ്സഹായാവസ്ഥ വ്യക്തമാക്കി. ഹാ, എന്നാൽ അങ്ങനെ ആവട്ടെ. നിന്റെ ജോലി തുടരട്ടെ. ഇനിയും ഇതുപോലുള്ള വിവരങ്ങൾ സമയാസമയങ്ങളിൽ എന്നെ അറിയിക്കുക. നിന്റെ ദൗത്യം അവിടെ ആർക്കും തന്നെ ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ നീ ശ്രദ്ധിക്കണം. അതിന്റെ ഗൗരവം നിനക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പോയി വരൂ നികണ്ഠ. വാസുകി അവനെ പറഞ്ഞയച്ചു. അപ്പോഴും അമരേന്ദ്രന്റെ ശക്തി വർദ്ധിക്കാനുള്ള ഹേതു എന്തെന്നത് അവളെ അലട്ടിക്കൊണ്ടിരുന്നു. ഔഷധക്കൂട്ടുകൾ എങ്ങനെ വാങ്ങുമെന്ന് ശങ്കിച്ചു നിന്ന അമരേന്ദ്രന്റെ കാതുകളിലേക്ക് പരിശീലന മൈതാനത്ത് നിന്നുള്ള ശബ്ദങ്ങൾ വന്നലച്ചു. പതിവില്ലാതെ മൈതാനത്ത് നിന്ന് ശബ്ദം കേട്ട അമരേന്ദ്രൻ അങ്ങോട്ട് നടന്നു. രണ്ട് യോദ്ധാക്കൾക്കിടയിൽ അതിശക്തമായ മത്സരം നടക്കുന്ന പോലെയുള്ള ശബ്ദങ്ങൾ മൈതാനത്ത് നിന്ന് ഉയരുന്നത് അമരേന്ദ്രനിൽ ആകാംക്ഷ നിറച്ചു. ആരായിരിക്കും ഈ സമയം പരിശീലനം നടത്തുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അമരേന്ദ്രൻ പരിശീലന മൈതാനത്തേക്ക് നടന്നു. മൈതാന കവാടത്തേക്ക് എത്തിയ അമരേന്ദ്രൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. വലിയ വില്ലാളി വീരന്മാർ മാത്രം മത്സരിച്ചു തെളിഞ്ഞ ആ പോർക്കളത്തിൽ തന്റെ ബാല്യകാല സഖി മാധുരിയെ കണ്ട അമരേന്ദ്രൻ അങ്ങോട്ടേക്ക് നടന്നെടുത്തു. മൈതാനം മുഴുവനും പാഞ്ചാല നഗരത്തിലെ ആളുകളെയും വീരന്മാരെയും കൊണ്ട് നിറഞ്ഞിരുന്നു. അവരുടെ ആർപ്പുവിളികളും ശബ്ദ കോലാഹലങ്ങളും കൊണ്ട് മുഖരിതമായിരുന്നു ആ അന്തരീക്ഷം മുഴുവനും. മാധുരിയും സൂര്യോദയവും തമ്മിലുള്ള ആവേശോജ്ജലമായ പോരാട്ടം കണ്ട് ജനങ്ങൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ആർത്തു വിളിച്ചുകൊണ്ടിരുന്നു. പരസ്പരം ആക്രമിച്ചു മുന്നേറിക്കൊണ്ടിരുന്ന ഇരുവരും ശക്തിയിൽ തുല്യരായിരുന്നു. ഓരോ പ്രത്യാക്രമണങ്ങളിലും ഇരുവരും അവരവരുടെ ശക്തി പ്രദർശിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഉടനെ സൂര്യോദയൻ തന്റെ മുഷ്ടി ചുരുട്ടി മാധുരിയുടെ മുഖം ലക്ഷ്യമാക്കി ഒരു അടി കൊടുത്തു. പെട്ടെന്നുണ്ടായ ആഘാതത്തിൽ മാധുരി ബോധരഹിതയായ പോലെ നിലത്തേക്ക് വീണു. എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി. അത്രയും നേരം സകല ആവേശത്തോടെ സൂര്യോദയനെ നേരിട്ട മാധുരിയുടെ പതനം കണ്ട് സദസ്സ് മുഴുവൻ സ്തംഭിച്ചു നിന്നു. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മാധുരി എഴുന്നേറ്റ് സൂര്യോദയനെ നിലം പരിശാക്കി. പെട്ടെന്നുണ്ടായ പ്രത്യാക്രമണത്തിൽ ആടിയുലഞ്ഞ സൂര്യോദയൻ ശക്തിയോടെ നിലത്തേക്ക് പതിച്ചു. അയാളുടെ മുഖമാകെ പൊടിയും മണലും പുരണ്ട് വിവർണമായിരുന്നു. തമിഴ്നടിച്ചു വീണ സൂര്യോദയനെ നോക്കി ജനങ്ങൾ മാധുരിയുടെ വിജയത്തെ പ്രകീർത്തിക്കുന്ന തരത്തിൽ ആർപ്പ് വിളിച്ചുകൊണ്ടിരുന്നു. വിജയശ്രീ ലാളിതയായി നിൽക്കുന്ന മാധുരി അപ്പോഴാണ് സദസ്സിലേക്ക് കണ്ണയച്ചത്. അത്ഭുതം കൂറി നിൽക്കുന്ന അമരേന്ദ്രനെയും അവൾ അപ്പോൾ മാത്രമാണ് ശ്രദ്ധിച്ചത്. തന്റെ കളിക്കൂട്ടുകാരനെ കണ്ട സന്തോഷത്തിൽ മാധുരി അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് ചോദിച്ചു, അമരേന്ദ്ര, നീ എപ്പോഴാണ് എത്തിയത്? ഞാൻ കണ്ടതേയില്ലല്ലോ. നീ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നോ? കുറച്ചു സമയമായി മാധുരി. നിനക്ക് അഭിനന്ദനങ്ങൾ കൂട്ടുകാരി. അമരേന്ദ്രൻ അഭിമാനത്തോടെ പ്രതിവചിച്ചു. അമരേന്ദ്രന്റെ നിൽപ്പിലും നടപ്പിലുമെല്ലാം പുതിയ എന്തോ ഉന്മേഷം അനുഭവപ്പെട്ട അവൾ അത്ഭുതപ്പെട്ടു. അയാളുടെ ശരീരപ്രകൃതി തന്നെ ആകെ മാറിയതുപോലെ, നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു കിട്ടിയ പോലെ. അമരേന്ദ്രൻ തന്റെ ബലത്തിന്റെ 4ാമത്തെ നക്ഷത്രത്തിലേക്ക് എത്തിയെന്ന് ഊഹിച്ചുകൊണ്ട് അവൾ ചോദിച്ചു, അമരേന്ദ്ര, നീ എന്നോട് ഒരു വാക്കുപോലും പറയാതെ പരിശീലനം ആരംഭിച്ചല്ലേ? അവൾ മനസ്സിലാക്കിയല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഒന്നും ഉരിയാടാതെ നിന്ന അമരേന്ദ്രനോട് അവൾ വീണ്ടും ചോദിച്ചു, പറഞ്ഞില്ലെങ്കിലും സാരമില്ല. നീ വീണ്ടും ബലവാനായി തിരിച്ചു വരുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഞാൻ. നിന്നെ ഇങ്ങനെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് അമര. മാധുരി സന്തോഷം മറച്ചുവെക്കാതെ അവനെ അഭിനന്ദിച്ചുകൊണ്ടിരുന്നു. അമരേന്ദ്രനും മാധുരിയും
പരസ്പരം സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ പിറകിൽ ആരോ വന്നു നിൽക്കുന്നത് പോലെ അനുഭവപ്പെട്ട അവർ തിരിഞ്ഞു നോക്കി. പരാജയപ്പെട്ടതിന്റെയും അപമാനിക്കപ്പെട്ടതിന്റെയും ഭാരത്തിൽ തലതാഴ്ത്തി ചോരയൊലിപ്പിച്ച് ശുദ്ധനായി വന്നു നിൽക്കുന്ന സൂര്യോദയനെ കണ്ടപ്പോൾ ഒരു നിമിഷം അവർ പരസ്പരം നോക്കി അന്താളിച്ചു നിന്നു. സൂര്യോദയൻ അമരേന്ദ്രന്റെ അകന്ന ബന്ധുവാണ്. കുട്ടിക്കാലം മുതൽക്കേ സൂര്യോദയന് അമരേന്ദ്രനുമായി അകാരണമായൊരു അകൽച്ചയുണ്ട്. കേൾവി കേട്ട അഭ്യാസിയൊന്നും ആയിരുന്നില്ല അയാൾ. പക്ഷേ തന്റെ പതനത്തിൽ സൂര്യോദയൻ തന്നെ പരിഹസിച്ചിരുന്നതായി അമരേന്ദ്രൻ കേട്ടിരുന്നു. ആ ദേഷ്യം അമരേന്ദ്രന്റെ മനസ്സിൽ തിളച്ചു പൊങ്ങി. ഇത് തന്നെ ഇവനോട് പകരം വീട്ടാനുള്ള അവസരം എന്ന് അമരേന്ദ്രൻ മനസ്സിൽ കുറിച്ചു. നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനുള്ള ത്വര അദ്ദേഹത്തിന് അടക്കാനായില്ല. അമരേന്ദ്രൻ സൂര്യോദയന്റെ മുന്നിൽ ചെന്ന് നിന്ന് വെല്ലുവിളിക്കാനായി ഒരുങ്ങി. കുമാര, കോപം ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് ഞാൻ ഇനിയും അങ്ങയെ ഓർമ്മിപ്പിക്കണോ? ഇവൻ നിന്റെ ശത്രുവല്ല. ഇവനോടല്ല നീ പ്രതികാരം ചെയ്യേണ്ടത്. നിന്റെ പ്രതികാരത്തിനുള്ള സമയം ആഗതമായിട്ടില്ല കുമാര. നീ ഇപ്പോഴും കേവലം 4 നക്ഷത്രങ്ങളുടെ ശക്തിയിൽ നിൽക്കുകയാണ്. എതിരാളിയെ മനസ്സിലാക്കി പോരിനിറങ്ങൂ അമരേന്ദ്ര. അവൻ നിന്നേക്കാൾ സമർത്ഥനാണിപ്പോൾ, അത് മറക്കേണ്ട. മോതിരത്തിനുള്ളിൽ നിന്നും വരുണമിത്രൻ താക്കീത് ചെയ്തു. അമരേന്ദ്രന്റെ ഭാവമാറ്റം ശ്രദ്ധിച്ച സൂര്യോദയൻ ഒരു യുദ്ധത്തിന് ഒരുങ്ങി തന്നെ അയാളുടെ അടുത്തേക്ക് നീങ്ങി. പരസ്പരം വെല്ലുവിളിക്കാൻ ഒരുമ്പെടുന്ന പോർ കുതിരകളെ പോലെ ആ 2 യോദ്ധാക്കളും മുഖത്തോട് മുഖം നോക്കി ക്രുദ്ധരായി നിലയുറപ്പിച്ചു. വീണ്ടും അത്യുജ്വലമായ ഒരു പോരാട്ടം കാണാമെന്ന പ്രതീക്ഷയിൽ ജനക്കൂട്ടം ഇരുവർക്കു വേണ്ടിയും ആർപ്പുവിളികൾ തുടർന്നു. സൂര്യോദയനിലും കേന്ദ്രീകരിച്ചു. പല വിധത്തിൽ സൂര്യോദയൻ പരിഹസിച്ചിട്ടും തങ്ങളുടെ രാജകുമാരൻ എന്തുകൊണ്ടാണ് അവന്റെ വെല്ലുവിളി സ്വീകരിക്കാത്തത്? അവരതിൽ അത്ഭുതം കൂറി. എന്നാൽ പടികളിറങ്ങുകയായിരുന്ന അമരേന്ദ്രൻ വീണ്ടും തിരികെ വന്ന് സൂര്യോദയന് മുമ്പിൽ അവന്റെ കണ്ണിൽ നോക്കി നിന്നു. ശരി, ഞാൻ നിന്റെ വെല്ലുവിളി സ്വീകരിക്കുന്നു. 1 വർഷം കഴിഞ്ഞ് പാഞ്ചാല ദേശത്ത് നടക്കാൻ പോകുന്ന ഇന്ദ്രോത്സവത്തിൽ നമുക്ക് ഏറ്റുമുട്ടാം. ആ ദിവസം ഏവരും തിരിച്ചറിയും നമ്മളിൽ ആരാണ് ശക്തനെന്ന്. അമരേന്ദ്രൻ വെല്ലുവിളി സ്വീകരിച്ചത് സൂര്യോദയന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം അമരന്റെ മോതിരത്തിനുള്ളിൽ വസിക്കുന്ന വരുണമിത്രനും അത്ഭുതപ്പെട്ടു. ഈ കുമാരൻ എന്തുപറ്റി? എത്ര പറഞ്ഞിട്ടും എന്താണൊന്നും മനസ്സിലാക്കാത്തത്? ഒരു യുദ്ധത്തിന് പുറപ്പെടേണ്ട നേരമല്ലിത്. അതേസമയം അമരേന്ദ്രന്റെ തീരുമാനം ശ്രവിച്ച മാധുരിയും അന്താളിച്ചു നിന്നു. അമരേന്ദ്രൻ അധികമായി ഒരു നക്ഷത്ര ശക്തി കൂടി ആർജിച്ചു എന്നത് സത്യമാണ്. എന്നാൽ സൂര്യോദയനെ നേരിടാൻ ആ ശക്തി മതിയാകില്ല. അവനിൽ ഇന്നുള്ള ശക്തി ഒന്നും തന്നെ സൂര്യോദയനെ തോൽപ്പിക്കാൻ മതിയായതല്ല. ഈ സത്യം അറിയുന്ന മാധുരി ആകെ ആശയക്കുഴപ്പത്തിലായി. 1 വർഷത്തിനുള്ളിൽ സൂര്യോദയനേക്കാൾ ശക്തനാകാൻ അമരേന്ദ്രന് സാധിക്കില്ല. ഇത്തരത്തിലുള്ള നിരവധി സമസ്യകളുടെ ഭാരം പേറി മാധുരി അമരേന്ദ്രനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഒന്നും സംസാരിക്കാതെ ഇരുവരും കുറച്ചു ദൂരം നടന്നു. അല്പദൂരം പിന്നിട്ടപ്പോൾ മാധുരി അമരേന്ദ്രനോട് ചോദിച്ചു, എന്ത് ധൈര്യത്തിലാണ് കുമാര സൂര്യോദയന്റെ വെല്ലുവിളി സ്വീകരിച്ചത്? അവൻ മനഃപൂർവ്വം നിന്നെ പ്രശ്നത്തിൽ ചാടിക്കാൻ വേണ്ടിയാണ് ഈ വിധം സംസാരിച്ച് ഇളക്കി വിട്ടത്. അവന്റെ ആഗ്രഹം തന്നെ അമരനെ പോർക്കളത്തിൽ വെച്ച് എല്ലാവരുടെ മുമ്പിലും തോൽപ്പിക്കുക എന്നതാണ്. അമരേന്ദ്രന്റെ ചെയ്തി ഒട്ടും ഇഷ്ടമാവാതിരുന്ന മാധുരി ദേഷ്യത്തോടു കൂടിയായിരുന്നു സംസാരിച്ചത്. മാധുരിയുടെ ദേഷ്യത്തിന്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കിയ അമരേന്ദ്രൻ മാധുരിയോട് ശാന്തനായി സംസാരിച്ചു തുടങ്ങി. മാധുരി, നിന്റെ കോപത്തിന്റെ ന്യായം ഞാൻ മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. അവന്റെ വെല്ലുവിളി സ്വീകരിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവും എനിക്ക് മുമ്പിലില്ലായിരുന്നു. ഞാൻ സൂര്യോദയന്റെ വെല്ലുവിളി സ്വീകരിച്ചപ്പോൾ അവന്റെ മുഖം മങ്ങിയിരുന്നു. ആ കണ്ണിലെ ഭയം എനിക്ക് ദൃശ്യമായതാണ്. അതിലെല്ലാം ഉപരി എന്നെ ആകർഷിച്ചത് നമ്മുടെ പ്രജകളുടെ കണ്ണിൽ തിളങ്ങിയ എന്നോടുള്ള വിശ്വാസമാണ്. അവന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കാതിരുന്നാൽ അവിടെ ഇരുന്ന മുഴുവൻ ജനങ്ങളോടും ഞാൻ വിശ്വാസവഞ്ചന ചെയ്യുന്നതിന് തുല്യമായി പോവും. വാസുകി നൽകിയ അപമാനത്തിന്റെ വേദന ഇനിയും എന്നിൽ അടങ്ങിയിട്ടില്ല. വീണ്ടും ഒരു അപമാനം കൂടെ താങ്ങാൻ എനിക്കാകില്ല. അമരേന്ദ്ര, കുമാരൻ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ യുദ്ധമുഖത്ത് എന്താണ് സംഭവിക്കുക എന്നോർക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു. ഈ ഒരു അവസ്ഥയിൽ നിനക്ക്
അവനോട് പോരാടി ജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് എനിക്കൊട്ടും പ്രതീക്ഷയില്ല. അതോ ഇനി നീ വല്ല മാന്ത്രിക ശക്തിയും സ്വായത്തമാക്കിയോ? എളുപ്പത്തിൽ ജയിക്കാനുള്ള വരം നേടിയോ? തന്റെ ക്രോധം ഒട്ടും കുറയാതിരുന്ന മാധുരി കോപത്തോടെ ചോദിച്ചു. മാധുരി ശക്തിയെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ പെട്ടെന്ന് അമരേന്ദ്രന്റെ മനസ്സിലൂടെ എന്തൊക്കെയോ ചിന്തകൾ ഓടിമറഞ്ഞു. മാധുരി കുറച്ചു നേരം മുൻപ് സൂര്യോദയനോട് പോരാടുന്നത് കണ്ടപ്പോൾ അവൾക്കുള്ളിൽ എന്തൊക്കെയോ അമാനുഷികത ഉള്ളതുപോലെ അമരേന്ദ്രന് തോന്നിയിരുന്നു. ആ സംശയം അവളോട് തന്നെ ചോദിച്ചു. മാധുരി, ഞാനൊരു കാര്യം അന്വേഷിച്ചാൽ നീ സത്യം പറയുമോ? നീയും സൂര്യോദയനും തമ്മിലുള്ള പോര് കണ്ടപ്പോൾ എനിക്കൊരു സംശയം. ആ ചുവടുകൾ ഒരു സാധാരണ വീരാംഗനയുടേത് പോലെ തോന്നിയില്ല. നിന്നിൽ എന്തെങ്കിലും പ്രത്യേക ശക്തിയുണ്ടോ? അസാധാരണമായ എന്തോ ഒരു രഹസ്യം നിന്നിൽ ഉള്ളതുപോലെ തോന്നുന്നു. അമരേന്ദ്രൻ പറഞ്ഞു കേട്ടതും മാധുരിയുടെ മുഖത്താകെ പരിഭ്രമം നിറഞ്ഞു. അവൾക്കാകെ ഒരു പതർച്ച തോന്നി. അവളിലെ മാറ്റം ശ്രദ്ധിച്ച അമരേന്ദ്രന് തന്റെ സന്ദേഹത്തിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായി. എന്നാൽ പെട്ടെന്ന് തന്നെ മാധുരി തന്റെ മനം വ്യക്തമാക്കുന്ന മുഖഭാവങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സംസാരം തുടർന്നു. കുമാര, വിഷയം മാറ്റേണ്ട. സൂര്യോദയനെ എങ്ങനെ തോൽപ്പിക്കും അതേക്കുറിച്ച് മാത്രം സംസാരിക്കൂ. ഇതൊന്നുമല്ലാതെ വാസുകി, അത് മറ്റൊരു പ്രശ്നം. നിന്നെയും നിന്റെ വംശത്തെയും ഇല്ലായ്മ ചെയ്യാനായി കച്ച മുറുക്കി ഇറങ്ങിയവൾ. ഇതിന്റെ എല്ലാം ഇടയിൽ എന്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ? മാധുരിയുടെ അധിക സംസാരവും ഒഴിഞ്ഞുമാറ്റവും എല്ലാം തന്നെ അമരേന്ദ്രനിലെ സംശയം ഊട്ടി ഉറപ്പിച്ചു. അവളുടെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി നൽകാതെ അമരേന്ദ്രൻ മാധുരിയുടെ കണ്ണുകളിലേക്ക് തീവ്രമായി നോക്കി. എന്നിട്ട് അവളോട് ആരാഞ്ഞു. സത്യം പറ മാധുരി, എന്താണ് നിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ മഹാരഹസ്യം? നീ ഏത് വംശത്തിൽപ്പെട്ടവളാണ്? ഉത്തരം നൽകിയേ മതിയാവൂ. നിന്റെ ഒറ്റ തോഴനായ ഞാൻ അറിയാത്ത എന്ത് രഹസ്യമാണ് നിനക്കുള്ളത്? പരുഷമായ കുമാരന്റെ ചോദ്യത്തിന് ഇല്ലെന്ന അർത്ഥത്തിൽ തലയാട്ടി അവൾ അവിടെ നിന്നും ഓടിയകന്നു. മാധുരി കൊട്ടാരത്തിലെ തന്റെ മുറിക്കുള്ളിൽ കയറി വാതിലടച്ചു. ഇതേ സമയം അമരേന്ദ്രൻ തന്റെ ശയനമുറിക്കുള്ളിലെ കട്ടിലിൽ ഇരുന്ന് വെള്ളം കുടിക്കുകയായിരുന്നു. വെള്ളം കുടിച്ച അമരൻ കിടക്കയിൽ വന്നിരുന്നു. മാധുരിയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ചില നേരങ്ങളിൽ മാധുരി തന്നെ അസാധാരണമായ രീതിയിൽ നോക്കുന്നുണ്ട്. ആ നോട്ടത്തിന് പിന്നിലുള്ള കാരണം ഒട്ടും മനസ്സിലാകുന്നില്ല. ആത്മകഥം പറയുകയായിരുന്നു അമരേന്ദ്രൻ. പെട്ടെന്ന് അമരേന്ദ്രന്റെ മോതിരത്തിൽ നിന്ന് ഒരു അശരീരി ഉയർന്നു. നീ ചിന്തിക്കുന്നത് സത്യമാണ്. മാധുരി നിന്റെ കുടുംബത്തിലെ ഒരു അംഗമായി മാറിയതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അവളുടെ ഭൂതകാലത്തെക്കുറിച്ച് പാഞ്ചാലദേശത്ത് തന്നെ ആർക്കും ഒന്നും അറിയില്ല. അമരൻ വർണ്ണമിത്രൻ പറഞ്ഞത് കേട്ട് അമ്പരന്നു. പെട്ടെന്ന് മോതിരത്തിൽ നിന്നും ഒരു പ്രകാശമാനമായ വെളുത്ത പുക അമരേന്ദ്രനെ വലം വെച്ചു. അപ്രതീക്ഷിതമായി വെളുത്ത പുക കണ്ട അമരൻ ഭയന്ന് അസ്വസ്ഥനായി. ഗുരു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഓരോ തവണ വരുമ്പോഴും എന്നെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് എന്തിനാണ്? നിനക്ക് ഈയിടെയായി വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് അമര. ഞാൻ എപ്പോഴും ഈ മോതിരത്തിൽ നിന്ന് വരുന്നത് ആവേശത്തോടെയും സന്തോഷത്തോടും കൂടിയാണ്. അങ്ങനെയേ ഞാൻ വരികയുള്ളൂ. കാരണം ബന്ധനത്തിൽ നിന്നും മോചിതനായി വരുന്നവന്റെ ആനന്ദം അത് കുമാരന് മനസ്സിലാകില്ല. എന്തായാലും കുമാര, ഇനി വെക്കുന്ന ഓരോ ചുവടുകളും കുറച്ചുകൂടെ സൂക്ഷിച്ചു വെക്കുക. പറഞ്ഞതിനു ശേഷം ഏതോ ചിന്തയിൽ അമർന്ന ഗുരുവിനെ നോക്കി അമരേന്ദ്രൻ ചോദിച്ചു. ഗുരുദേവ, അങ്ങേക്ക് മാധുരിയുടെ ഭൂതകാലത്തെക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലും അറിയുമോ? അമരന്റെ ആകാംക്ഷ കണ്ട വരുണമിത്രൻ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അറിയാം കുമാര, മാധുരിയുടെ കഴിഞ്ഞ കാലം എനിക്കറിയാം. ഗുരുവിന്റെ സംസാരത്തിൽ നിന്നും വരുണമിത്രന് എല്ലാം അറിയാമെന്ന് അമരേന്ദ്രന് മനസ്സിലായി. മാധുരിയെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കണം, അമരൻ മനസ്സിൽ ഉറപ്പിച്ചു. മാധുരിയെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ ഒന്നും ഇതുവരെ അറിയാതെ പോയതിലുള്ള നോവ് അവന്റെ ഉള്ളിൽ പുകഞ്ഞു. മാധുരിയെക്കുറിച്ച് ചോദിക്കാനായി അമരേന്ദ്രൻ വരുണമിത്രൻ നേരെ മുഖം തിരിച്ചു. ആ സമയം അദ്ദേഹം അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. കുമാര, ഇപ്പോൾ മാധുരിയെക്കുറിച്ച് അറിയേണ്ട ഒരാവശ്യവും ഇല്ല. നീ വെറുതെ അതോർത്ത് മനസ്സ് നോവിക്കണ്ട. അതിനുള്ള സമയം ആഗതമാവുമ്പോൾ അവളെ ചുറ്റി നിൽക്കുന്ന എല്ലാ നിഗൂഢതകളും മറനീക്കി പുറത്തു വരും. ആ ഇരുട്ട് മാറി നിനക്കെല്ലാം വ്യക്തമാവും. അതുവരെ
ക്ഷമയോടെ കാത്തിരിക്കുക. ഇത്ര മാത്രമേ ഇപ്പോൾ എനിക്ക് മാധുരിയെക്കുറിച്ച് നിന്നോട് പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം കൂടെ പറയാം. മാധുരി വളരെയേറെ മഹത്തായ ഒരു കുടുംബത്തിൽ പിറന്നവളാണ്. കൂടുതലൊന്നും ഇപ്പോൾ എന്നിൽ നിന്ന് അറിയാമെന്ന് കരുതേണ്ട. ഗുരു പറഞ്ഞതിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്. ഗുരുവിന് അവളെക്കുറിച്ചെല്ലാം അറിയാം. എന്നാൽ ഇപ്പോൾ ഒന്നും തന്നെ പറയില്ല. ഗുരുദേവൻ മാധുരിയെക്കുറിച്ച് പറയാത്തതിൽ പരിഭവം പൂണ്ട് അമരേന്ദ്രൻ അറയിൽ സൂക്ഷിച്ച അമൃതധാരയ്ക്ക് അരികിലേക്ക് വന്നു. നിൽക്കമര, അവിടേക്ക് പോവരുത്. അമൃതധാരയ്ക്ക് അരികിൽ നിന്ന് മാറി നിൽക്കൂ. അടുത്ത നക്ഷത്രം നേടാനുള്ള ശക്തി നിനക്ക് സ്വായത്തമാക്കാൻ അത് നമ്മളെ സഹായിക്കും. പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല. വരുണമിത്രന്റെ സംസാരം കേട്ട അമരേന്ദ്രൻ അറയുടെ വാതിൽ ശക്തമായി അടച്ച് തിരികെ തന്റെ കിടക്കയിൽ വന്നിരുന്നു. അമരേന്ദ്രൻ സൂര്യോദയനുമായി പോരിനിറങ്ങുന്നതിൽ വരുണമിത്രന് അശേഷം താല്പര്യമില്ലായിരുന്നു. ആ കാര്യം ഗുരുദേവൻ വ്യക്തമാക്കി. പലപ്പോഴായി ഞാൻ കുമാരനോട് ക്ഷമ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആലോചിക്കാതെ കുമാരൻ എടുത്തു ചാടി. സൂര്യോദയനുമായി ഈ പരീക്ഷണ കാലഘട്ടത്തിൽ ഒരു യുദ്ധത്തിന് പുറപ്പെടരുതായിരുന്നു. അമരേന്ദ്രൻ ഒളി കന്നിട്ട് വരുണമിത്രനെ നോക്കി പതിയെ പറയാൻ ആരംഭിച്ചു. പോർക്കളത്തിലേക്ക് പോയത് അവിടെ നിന്നും പുതുതായി എന്തെങ്കിലും പഠിക്കാമെന്ന് കരുതിയായിരുന്നു. എന്നാൽ ഉള്ള ധൈര്യവും മനോബലവും ഞാൻ അവിടെ പണയം വെച്ചാണ് തിരിച്ചു വന്നത്. തെറ്റുപറ്റിപ്പോയി. സൂര്യോദയൻ പ്രജകൾക്ക് മുമ്പിൽ വെച്ചാണ് എന്നെ വെല്ലുവിളിച്ചത്. എങ്ങനെയെങ്കിലും അവനെ ജയിച്ചേ പറ്റൂ. ഇനി സൂര്യോദയനെ ജയിക്കാനുള്ള മാർഗം നോക്കണം. അതിന് ഗുരുദേവൻ എന്നെ സഹായിക്കണം. എനിക്ക് പുതുതായി എന്തെങ്കിലും പഠിപ്പിച്ചു തരുമോ? അതോ എന്നെ സഹായിക്കില്ലേ? എന്റെ കയ്യിൽ രക്തജാല വിദ്യ മാത്രമേ ഉള്ളൂ. അതൊരിക്കൽ പോലും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. അവരൻ പറഞ്ഞത് അത്രയും സസൂക്ഷ്മം കേട്ട് വരുണമിത്രൻ മറുപടി പറഞ്ഞു. കുമാരൻ പറയുന്നത് കേട്ടാൽ എന്റെ കയ്യിലുള്ള വിദ്യ അത്രയും ഒരു ദിവസം കൊണ്ട് തന്നെ നിന്നെ പഠിപ്പിക്കണം എന്നാണോ? ഗുരുദേവ, ഞാൻ അതല്ല അർത്ഥമാക്കിയത്. എനിക്ക് സൂര്യോദയനെ ജയിക്കണം. അതിന് ഞാൻ എന്തൊക്കെ സഹിക്കണമോ പഠിക്കണമോ അതെല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ആവശ്യമുള്ള വിദ്യകൾ അങ്ങ് വേഗം തന്നെ പഠിപ്പിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിഷമത്തോടെ അമരൻ പറഞ്ഞു. സങ്കടത്തോടെ മാറിയിരിക്കുന്ന അമരേന്ദ്രനെ നോക്കി ഗുരുദേവൻ ഒന്ന് ചിരിച്ചു. ശരി, ഇപ്പോൾ കുമാരൻ എത്ര മോശപ്പെട്ട അവസ്ഥയിലാണെങ്കിലും എളുപ്പത്തിൽ വിദ്യ സ്വായത്തമാക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. നീ എന്റെ ശിഷ്യനാണ്. ധൈര്യമായിരിക്കൂ. അതുകൊണ്ട് തന്നെ മറ്റൊന്നും ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കണം. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. എല്ലാ തരത്തിലുള്ള വിദ്യകളും നിനക്ക് ഞാൻ പറഞ്ഞു തരാം. വരുണമിത്രന്റെ വാക്കുകൾ ശ്രവിച്ച അമരേന്ദ്രൻ ആനന്ദത്തിൽ ആറാടി. തന്റെ ഗുരുദേവൻ വരുണമിത്രൻ തനിക്ക് എന്തൊക്കെ വിദ്യകളാവും പറഞ്ഞു തരിക എന്നോർത്ത് ആവേശം കൊണ്ടു കുമാരൻ. അമരേന്ദ്ര, നിനക്ക് ഞാൻ ഇനി രക്തജാല വിദ്യയെക്കുറിച്ച് പറഞ്ഞു തരാം. എന്നാൽ ആ വിദ്യ ഹൃദ്യസ്ഥമാക്കണമെങ്കിൽ നിന്റെ ശക്തി 5 നക്ഷത്രങ്ങൾക്കും മേലെയാവണം. ഗുരുനാഥൻ രക്തജാല വിദ്യയെക്കുറിച്ച് പറയുന്നത് കേട്ട അമരേന്ദ്രൻ ആകെ അത്ഭുതപ്പെട്ടുപോയി. വർദ്ധിച്ച അമ്പരപ്പോടെ അവൻ ഗുരുവിനോട് പറഞ്ഞു. രക്തജാല വിദ്യയെക്കുറിച്ച് ഞാൻ എവിടെ വെച്ചോ കേട്ടിട്ടുണ്ട് ഗുരുവേ. അമരന്റെ സന്തോഷം കണ്ട വരുണമിത്രൻ ചിരിച്ചു. ഇത് യുദ്ധതന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യകളിൽ ഒന്നാണ്. ഇത് കേട്ട അമരേന്ദ്രന്റെ മിഴികളിൽ താമര വിടർന്നു. അവന് രക്തജാല വിദ്യ പഠിക്കാൻ തിടുക്കമായി. വരുണമിത്രൻ അമരേന്ദ്രന്റെ മുമ്പിൽ വന്നു നിന്ന് അവന്റെ ശിരസിൽ കൈവച്ചു. അനുഗ്രഹാശിസ്സുകൾ അവനുമേൽ ചൊരിഞ്ഞ ശേഷം വരുണമിത്രൻ പറഞ്ഞു തുടങ്ങി. രക്തജാല വിദ്യയെക്കുറിച്ച് ഞാൻ നിനക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞു തരാം. അതിനായി ആദ്യം മിഴികൾ പൂട്ടി ഏകാഗ്രതയോടുകൂടി ആത്മാവിനെ നിയന്ത്രിക്കുക. ഈ വിദ്യയിൽ മാത്രം സകല ബോധവും കേന്ദ്രീകരിക്കുക. വരുണമിത്രന്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചു അമരൻ. കുറച്ചു നേരങ്ങൾക്ക് ശേഷം അമരേന്ദ്രന് വല്ലാത്ത തലവേദന അനുഭവപ്പെട്ടു. കൂടാതെ മറ്റെന്തൊക്കെയോ മാറ്റങ്ങൾ തനിക്ക് സംഭവിക്കുന്നത് പോലെ അമരന് തോന്നി. അഷ്ടമശക്തിയിൽ 2ാമത്തെ വിദ്യയാണ് രക്തജാല വിദ്യ. എല്ലാ വിദ്യകളും ശ്രദ്ധിച്ചു പഠിക്കണം. 4ാം നിലയിലെ വിദ്യയിലാണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അഷ്ടമശക്തികളിൽ ഓരോന്നും മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവം ഉള്ളവയാണ്. ഓരോ വിദ്യയ്ക്കും
3 ഘട്ടങ്ങളുണ്ട്. ആരംഭഘട്ടം, മധ്യഘട്ടം, അവസാന ഘട്ടം. ഇങ്ങനെ അഷ്ടശക്തികളെ കുറിച്ച് വരുണമിത്രൻ പറഞ്ഞു. ഇതെല്ലാം കേട്ട അമരേന്ദ്രൻ, ഈ വിദ്യ ഞാൻ സ്വായത്തമാക്കിയാൽ സൂര്യോദയനെ നിഷ്പ്രയാസം എനിക്ക് തോൽപ്പിക്കാൻ കഴിയും അല്ലേ ഗുരുദേവ? തീർച്ചയായും കഴിയും കുമാര. എന്നാൽ ഈ വിദ്യ നേടണമെങ്കിൽ അവിടുന്ന് അങ്ങയുടെ ശരീരത്തെയും ജയിക്കണം. ഒന്നും മനസ്സിലാകാതെ ഗുരുവിനെ തന്നെ നോക്കി നിൽക്കുന്ന അമരേന്ദ്രനോട് വരുണമിത്രൻ പറഞ്ഞു, ശരീരം ശക്തമാകും. ശരീരത്തെ ബാധിക്കുന്ന എല്ലാ വേദനയും സഹിക്കാനുള്ള സഹനശക്തി നേടണം. അതെങ്ങനെ ഞാൻ സ്വായത്തമാക്കും? പറഞ്ഞാലും ഗുരുദേവ. കുമാര, അവിടുന്ന് ശരീരം ഏറ്റുവാകുന്ന വേദനകളെ കീഴടക്കുന്നതിന് മുൻപ് അങ്ങയുടെ നക്ഷത്രത്തെ കീഴടക്കണം. അതിന് തനിച്ച് സാധിക്കില്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം തേടണം. ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഗുരുദേവൻ ഇങ്ങനെ ചിരിക്കുന്നത് കണ്ട അമരേന്ദ്രന് അതൊട്ടും രസിച്ചില്ല. ആരുടെ സഹായമാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്ന നേരം കാര്യങ്ങൾ വ്യക്തമാക്കിയാലും. ചെറിയ പരിഭവത്തോടെ അമരേന്ദ്രൻ പറഞ്ഞു, കുമാര, നീ ശരീരബലം കൂട്ടണം. എങ്കിൽ ധാരാളം ദണ്ഡനകൾ നിന്റെ ദേഹം ഏറ്റുവാങ്ങാൻ ഒരുക്കമാകണം. ആ അടികൾ മുഴുവൻ ഈ ദേഹം താങ്ങണം. ഈ വിദ്യ സ്വീകരിക്കുന്നതിന് മുൻപ് നീ ഈ പരീക്ഷണത്തിൽ വിജയിക്കണം. വരുണമിത്രൻ വ്യക്തമാക്കി. അധ്യായം 8. രക്തജാല വിദ്യ കരസ്ഥമാക്കാനുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതിനായി പിറ്റേ ദിവസം ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ അമരേന്ദ്രനും വരുണമിത്രനും ഒരു മലമുകളിലെത്തി. മഞ്ഞുകണങ്ങൾ വീണു തണുത്തുറച്ചു നിൽക്കുന്ന ആ ഭൂമിയിൽ കേവലം നഗ്നപാതനായി കുമാരൻ നിന്നു. ശരീരബലം കൂട്ടാനുള്ള നിരവധി പരീക്ഷണങ്ങൾ ഇതിനോടകം തന്നെ അമരേന്ദ്രൻ ഏറ്റുവാങ്ങിയിരുന്നു. തത്ഫലമായി ശരീരത്തിൽ മുഴുവൻ അടിയേറ്റ പാടുകളായിരുന്നു. അമരേന്ദ്രൻ നിൽക്കുന്നതിന് പുറകിലായുള്ള പാറക്കെട്ടിൽ വർണ്ണമിത്രൻ ധ്യാന നിമഗ്നനായി ഇരുന്നു. ആ സമയം അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്തൊരു തേജസ് നിറഞ്ഞു നിന്നിരുന്നു. അമരേന്ദ്രൻ വേദന കടിച്ചമർത്തി നിന്നു. ആ ആ വാസുകി, ഞാൻ നിന്നെ വെറുതെ വിടില്ല! അമരൻ ഉന്മാദിയെ പോലെ അലറി വിളിച്ചു. പതിയെ അവൻ വരുണമിത്രൻ അരികിലായി നിലത്തേക്ക് വീണു. അമര! വരുണമിത്രൻ വിളിച്ചു. നിലത്തു കിടക്കുന്ന അമരേന്ദ്രന്റെ തൊണ്ടയിൽ നിന്നും ഒരു നേർത്ത ശബ്ദം പുറത്തേക്ക് വന്നു. ഗുരുനാഥ, ഇപ്പോൾ എന്റെ സഹനശക്തിയെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഗുരുനാഥ, എന്തും സഹിക്കാൻ പറ്റുന്ന വിധം എന്റെ ഈ ശരീരം ഒരുങ്ങിക്കഴിഞ്ഞു. അവന്റെ മുറിവേറ്റ ചുണ്ടുകളിൽ ഒരു നേർത്ത മന്ദഹാസം വിടർന്നു. അമരേന്ദ്രന്റെ ചോദ്യത്തിന് മറുപടിയായി വരുണമിത്രൻ പുഞ്ചിരിച്ചു. അവന്റെ പോരാട്ടത്തെ വരുണമിത്രൻ പുകഴ്ത്തിയിട്ടില്ലെങ്കിലും ആ പുഞ്ചിരി തന്നെ ആവോളമുണ്ടായിരുന്നു. ആ തൂമന്ദഹാസം ഏറ്റുവാങ്ങിയ അമരേന്ദ്രന്റെ അന്തരംഗം വാനോളം പുകഴ്ത്തപ്പെട്ടവനെ പോലെ അഭിമാനപൂരിതമായിരുന്നു. കുമാര, നിന്റെ മനസ്സും ശരീരവും സുദൃഢമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ നിന്റെ പ്രകടനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിൽ കണക്കുകൂട്ടി വെച്ചിരുന്നത് 70 അടികൾ വരെ നീ നിന്റെ ഈ ശരീരത്തിൽ ഏറ്റുവാങ്ങുമെന്നാണ്. എന്നാൽ നിന്റെ ഈ ശരീരം എന്റെ കണക്കുകൂട്ടലുകൾ പാടെ തെറ്റിച്ചുകൊണ്ട് 80 മേൽ അടികൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു. അമര, ഇത് വളരെ വലിയ കാര്യമാണ്. വരുണമിത്രൻ വർദ്ധിച്ച ആനന്ദത്തോടെ പറഞ്ഞു. ഇതെല്ലാം പാതിമയക്കത്തിൽ നിന്നതെന്ന വണ്ണം അമരൻ കേട്ടു. അമരേന്ദ്രന്റെ അരികിലേക്ക് വന്ന ഗുരുനാഥൻ അഭിമാനപൂർവം അവനെ നോക്കി പറഞ്ഞു, കഴിഞ്ഞുപോയ ദിനങ്ങളിൽ നിന്നെ ഞാൻ കണ്ടതിലും എത്രയോ ഇന്ന് നീ മാറിപ്പോയിരിക്കുന്നു. ഈ വെല്ലുവിളി നീ ഏറ്റെടുത്ത രീതി സത്യത്തിൽ വളരെ പ്രത്യേകത നിറഞ്ഞതായിരുന്നു. വരുണമിത്രന്റെ വായിൽ നിന്നും ഇതുപോലൊരു വാർത്ത കേട്ടതും അമരന് സന്തോഷമായി. ഇത് കേട്ടതും ദീർഘനിശ്വാസത്തോടെ പതിയെ എഴുന്നേറ്റ് നിലത്ത് ചമ്രം പടിഞ്ഞിരുന്നു. തന്റെ കണ്ണുകൾ പൂട്ടി ധ്യാനനിരതനായിരുന്നു. കുറച്ചു നേരങ്ങൾക്ക് ശേഷം എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്ന വിധത്തിൽ ശരീരം ശക്തമായപ്പോൾ അമരൻ തന്റെ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. എന്തും നേരിടാനുള്ള മനോബലവും ശാരീരിക ബലവും ഇതിനോടകം സ്വായത്തമാക്കിയിരുന്നു അമരൻ. എഴുന്നേറ്റ് വസ്ത്രങ്ങൾ എല്ലാം ശരിയായി ധരിച്ചു. ഇനി വേണമെങ്കിൽ
കുറച്ചുകൂടെ പരീക്ഷണം ആവാമെന്ന ആത്മവിശ്വാസം അമരന്റെ കണ്ണുകളിൽ നിറഞ്ഞു. എന്നാൽ ഉടയാടകൾ ദേഹത്തേറ്റ മുറിവിൽ തട്ടുമ്പോഴെല്ലാം അവൻ പൊള്ളിപ്പിടഞ്ഞുപോയി. താങ്ങാനാവാത്ത നീറ്റൽ മുറിവിൽ അനുഭവപ്പെട്ടു. അമരൻ പരിസരം മറന്ന് അലറി. അവന്റെ അവസ്ഥ നന്നായി മനസ്സിലാക്കിയ വരുണമിത്രൻ കൂടുതൽ പരീക്ഷകൾ തുടരാൻ ഒരുക്കമായിരുന്നില്ല. വരുണമിത്രൻ പതിയെ കണ്ണുകൾ അടച്ചു. ശേഷം അമരേന്ദ്രന്റെ മോതിരത്തിലേക്ക് മടങ്ങി. വരുണമിത്രൻ പരീക്ഷകൾക്കിടയിൽ പല പ്രാവശ്യം അമരനോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം വീണ്ടും പറഞ്ഞു. അമര, നീ ഉടനെ നിന്റെ ശയനമുറിയിലേക്ക് പോവുക. അവിടെ അമൃതധാര സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ അമൃതധാരയിൽ ഒന്ന് മുങ്ങി നിവരുക. അമരൻ മലയിറങ്ങി താഴെയുള്ള തന്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. തന്റെ മുറിയിലെത്തി കതകടച്ചു. ശേഷം അമരൻ തന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി. അമൃതധാര സൂക്ഷിച്ചു വെച്ച ആ വലിയ വീപ്പയ്ക്കുള്ളിൽ ഇറങ്ങി. അവന്റെ ദേഹമാസകലം അമൃതധാരയിൽ കുതിർന്നു. വേദനയ്ക്ക് ആശ്വാസമായി. നിമിഷങ്ങൾക്കകം അമൃതധാരയുടെ അത്ഭുത ശക്തിയിൽ അവന്റെ ശരീരത്തിലെ മുറിവുകൾ കരിഞ്ഞു. അതിൽ അടങ്ങിയിരിക്കുന്ന വിശേഷ മരുന്നുകളുടെ ആ ഔഷധക്കൂട്ട് പ്രവർത്തിച്ചു തുടങ്ങി. അവന്റെ ശരീരത്തിലെ ഓരോ മുറിവും അമൃതധാര ഉണക്കിക്കൊണ്ടിരുന്നു. അമൃതധാരയിൽ മുങ്ങി കിടക്കുമ്പോൾ കിട്ടുന്ന സുഖത്തിൽ അമരേന്ദ്രൻ കണ്ണുകൾ അടച്ചു കിടന്നു. പിന്നീട് ആ കിടത്തത്തിൽ അറിയാതെ മിഴികൾ കൂമ്പി അമരൻ നിദ്ര പോകി. അവന്റെ ഉറക്കം ആഴത്തിലായതും അമൃതധാര പ്രവർത്തിച്ചു തുടങ്ങി. ശരീരത്തിൽ മുറിവേറ്റ് തളർന്ന ഓരോ ഭാഗത്തിനും അമൃതധാര മെല്ലെ മെല്ലെ ശക്തി നൽകിക്കൊണ്ടിരുന്നു. മുറിവുകൾ ഉണക്കുക മാത്രമല്ല, ആ ശരീരത്തിന് പുതിയൊരു ഉന്മേഷം പ്രദാനം ചെയ്യുക കൂടെയായിരുന്നു. അമരേന്ദ്രൻ നിദ്ര വിട്ടെഴുന്നേറ്റപ്പോൾ ആ മുറിയിൽ സൂര്യപ്രകാശം നിറഞ്ഞിരുന്നു. ആ പ്രകാശകിരണങ്ങൾ അവന്റെ മുറിയിലെ ജാലകങ്ങൾ വഴി അവന്റെ ചന്ദ്രബിംബം പോലുള്ള മുഖത്ത് പതിച്ചു. അമൃതധാര നിറച്ച ആ വീപ്പയിൽ നിന്നും അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ശരീരം ഒന്ന് വിറച്ചു. ഞാൻ ഇനിയും എന്റെ ശരീരത്തിന്റെ ബലം കൂട്ടേണ്ടതുണ്ട്. അമരൻ പതിയെ ആ വീപ്പയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിച്ചത്. അമൃതധാരയുടെ നിറം മാറിയിരിക്കുന്നു. പച്ച നിറത്തിലുണ്ടായിരുന്ന ആ ഔഷധ ദ്രാവകം ഇപ്പോൾ പച്ച വെള്ളം പോലെയായിരിക്കുന്നു. ആ വീപ്പയിലേക്ക് അമരൻ എത്തി നോക്കി. അമൃതധാര വീണ്ടും ഉണ്ടാക്കേണ്ട സമയം ആഗതമായിരിക്കുന്നു. ഇങ്ങനെ പലതും ആലോചിച്ചു. ആ മുറിക്കുള്ളിലൂടെ നടന്ന അമരൻ നിലക്കണ്ണാടിക്ക് മുമ്പിലെത്തി. തന്റെ പ്രതിബിംബം കണ്ണാടിയിൽ കണ്ട അദ്ദേഹത്തിന് എന്തോ ഒരു പ്രകാശം തന്റെ തലയ്ക്ക് ചുറ്റും ഉള്ളതുപോലെ തോന്നി. അവന്റെ മുഖം പ്രസാദിച്ചു. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ഞാനിപ്പോൾ 5ാമത്തെ നക്ഷത്ര നിലയിൽ ഇരിക്കുകയാണ്. ഇപ്പോഴാണ് ശരിക്കും അമൃതധാരയുടെ ശക്തിയെപ്പറ്റി മനസ്സിലാകുന്നത്. എത്രയും പെട്ടെന്ന് അമൃതധാര ഉണ്ടാക്കാൻ തുടങ്ങണം. വേണ്ടതൊക്കെ സ്വരുക്കൂട്ടി വെക്കണം. 1.5 മാസത്തിനുള്ളിൽ 5ാമത്തെ നക്ഷത്രവും അമരേന്ദ്രൻ കരസ്ഥമാക്കി കഴിഞ്ഞു. ഇത് ഒരു സാധാരണ സംഭവമല്ല. മറ്റാരെ കൊണ്ടും ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നക്ഷത്രങ്ങൾ നേടാൻ കഴിയില്ല. അമരേന്ദ്രന്റെ കഠിനമായ പരിശ്രമങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് ഉറപ്പായും അടുത്ത വർഷം തന്നെ 7 നക്ഷത്രവും സ്വന്തമാക്കുമെന്നാണ്. അവന് നടക്കുന്ന ഏതൊരു നല്ല കാര്യത്തിന്റെയും മൂല കാരണം അമൃതധാര ആണെന്നതിൽ ഒട്ടും സന്ദേഹമില്ലായിരുന്നു. പരിശ്രമിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് തന്റെ പരിശ്രമങ്ങൾ കൊണ്ട് മാത്രമല്ല, പലതും സ്വായത്തമാക്കുന്നതിന് പിന്നിൽ അമൃതധാരയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് വിശ്വസിച്ചു. പരിശ്രമങ്ങൾക്കൊടുവിൽ ആ അമൃതധാരയിൽ മുങ്ങാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ വേദനകൾ അവന് താങ്ങാൻ കഴിയുമായിരുന്നില്ല. ഒരു വേള അമൃതധാര ഇല്ലായിരുന്നെങ്കിൽ 7ാമത്തെ നക്ഷത്രം നേടുന്നതിന് മുൻപേ താൻ കാലപുരി പോകിയനെ എന്ന് അമരൻ ചിന്തിച്ചു. എത്രയും പെട്ടെന്ന് അമൃതധാരയ്ക്ക് ആവശ്യമായ ഔഷധങ്ങൾ ശേഖരിക്കണം. എത്ര വേഗത്തിൽ സാധ്യമാവുമോ അത്രയും വേഗത്തിൽ അതുണ്ടാക്കണം. അമൃതധാരയ്ക്കും മേലെ താൻ കടപ്പെട്ടിരിക്കുന്നത് മറ്റൊരാളോടാണെന്ന് അമരന് നന്നായി അറിയാമായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, വരുണമിത്രനായിരുന്നു. ഗുരുജിയില്ലായിരുന്നെങ്കിൽ തനിക്ക് 5ാമത്തെ നക്ഷത്രം പോലും സ്വന്തമാക്കാൻ സാധിക്കില്ലായിരുന്നു. ഇങ്ങനെ ഓരോന്നും ആലോചിച്ചും പറഞ്ഞും അമരൻ തന്റെ കിടക്കയിൽ വന്നിരുന്നു.
അവിടെ വെച്ചിരുന്ന പണക്കിഴി കയ്യിലെടുത്ത് കനം നോക്കി. അമൃതധാരയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കാൻ എന്റെ കയ്യിലുള്ള പണം തികയില്ല. കുറച്ചുകൂടെ പണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ ജീവിതത്തിൽ പണത്തിനു വേണ്ടി ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുമെന്ന് ഒരിക്കലും അമരൻ കരുതിയിരുന്നില്ല. അതേസമയം മോതിരത്തിൽ നിന്ന് വരുണമിത്രൻ പുറത്തേക്ക് വന്നു. അദ്ദേഹത്തെ കണ്ട അമരൻ പറഞ്ഞു, ഗുരുദേവ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമരൻ എന്താണ് പറയാൻ പോകുന്നതെന്ന ആകാംക്ഷയോടെ വരുണമിത്രൻ അമരനെ നോക്കി. ഗുരു, ഈ പ്രാവശ്യം അമൃതധാരയ്ക്ക് ആവശ്യമായ മരുന്നുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറവ് മതിയോ? അമരന്റെ ചോദ്യം തീരുന്നതിന് മുൻപേ ഗുരു പറഞ്ഞു തുടങ്ങി. കുറഞ്ഞ മൂലികകൾ ഉപയോഗിച്ച് അമൃതധാര ഉണ്ടാക്കാൻ സാധിക്കില്ല. വേണമെങ്കിൽ കഷായം വെക്കാം. ഈ ഔഷധക്കൂട്ടിന്റെ ഫലം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വേണ്ടല്ലോ അറിയാൻ. അത് അനുഭവിച്ചിട്ടുള്ളവനല്ലേ കുമാരൻ? ഈ ഒരു ചോദ്യം എന്നോട് ചോദിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം നിനക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നിനക്ക് നിന്റെ ഇഷ്ടം പോലെ തീരുമാനിക്കാം. അമൃതധാരയുടെ പ്രാധാന്യം അമരന് നന്നായി അറിയാം. സത്യത്തിൽ അമരൻ വെറുതെ ചോദിച്ചതായിരുന്നു. എന്നാൽ അമരന്റെ ചോദ്യം കേട്ടപ്പോൾ അവന് ഇതിലൊന്നും വലിയ താല്പര്യമില്ലാത്തതുപോലെ ഗുരുവിന് തോന്നി. അമൃതധാരയുടെ ഔഷധക്കൂട്ടുകൾ വാങ്ങാനുള്ള പണം കണ്ടെത്താനൊരു വഴി അമരന്റെ മനസ്സിൽ തെളിഞ്ഞിരുന്നു. എന്നാൽ ആ വഴിയെക്കുറിച്ച് ഗുരുദേവനോട് നേരിട്ട് പറയാൻ അവൻ തയ്യാറല്ലായിരുന്നു. എങ്കിലും വരുണമിത്രനുമായുള്ള സംഭാഷണത്തിനിടെ ചില സൂചനകൾ നൽകിയിരുന്നു. എന്നാൽ ഇത്തവണ പറയാൻ അവസരം കിട്ടിയപ്പോൾ തന്നെ അമരൻ കാര്യം തുറന്നു പറഞ്ഞു. ഗുരുദേവ, കുറച്ചുനാൾ മുമ്പ് മാധുരിയും സൂര്യോദയനുമായി ഉണ്ടായ മത്സരം കാണാൻ ഇടവന്നു. ആ സമയം അമൃതധാര നിർമ്മിക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള പണത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. അത് ഗുരു ഓർക്കുന്നുണ്ടോ? അമരൻ ചോദിച്ചു. അമരൻ പറയുന്നത് കേട്ട ഗുരു അവനെ ആശ്ചര്യത്തോടെ നോക്കി മറുപടി പറഞ്ഞു. അതെ അതെ, അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ കുമാരന്റെ മനസ്സിലൂടെ പായുന്ന ആ ചിന്ത അതെന്താണെന്നാണ് എനിക്ക് പിടികിട്ടാത്തത്. ശരി ഗുരുദേവ, എന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ അങ്ങയോട് തുറന്നു പറയാം. എന്നാൽ ഞാനിപ്പോൾ അങ്ങയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് അവിടുന്ന് എനിക്ക് മറുപടി തരണം. അമരൻ ഏതോ സമസ്യ ചോദിക്കാൻ പോവുകയാണെന്ന് വരുണമിത്രന് മനസ്സിലായി. ശരി, നിനക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചോദിച്ചു കൊള്ളുക. ഗുരുദേവൻ ചോദിക്കാൻ അനുവാദം കൊടുത്തതും അമരൻ ചോദിച്ചു തുടങ്ങി. ഗുരു, നിങ്ങൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും അമൃതധാര ഉണ്ടാക്കാൻ സാധിക്കുമോ? അമരനിൽ നിന്നും ഇങ്ങനെ ഒരു ചോദ്യം വരുണമിത്രൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ അപ്രതീക്ഷിത ചോദ്യം കേട്ട് ഗുരുദേവൻ ഒന്ന് ഞെട്ടി. ഹേ അമര, എന്ത് ചോദ്യമാണിത്? അമൃതധാര ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അനേകം ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ചു വേണം അതുണ്ടാക്കാൻ. അതും ഓരോന്നിനും കൃത്യമായ അളവുകളുണ്ട്. അതെല്ലാം വളരെ ശ്രദ്ധിച്ചു ചെയ്താൽ മാത്രമേ അമൃതധാര ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അളവ് കൂടാനോ കുറയാനോ പാടില്ല. കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ദോഷം തന്നെയാണ് ഫലം. അത്തരത്തിൽ ശരിയായ രീതിയിലല്ലാതെ നിർമ്മിക്കപ്പെടുന്ന അമൃതധാര സേവിച്ചാലുള്ള ഭവിഷ്യത്ത് വളരെ വലുതാണ്. അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും വലിയ അപകടം വരുത്തും. ഇതെല്ലാം കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നും. പക്ഷേ അനുഭവിക്കുമ്പോൾ അത് വളരെ മോശമായ അവസ്ഥയായിരിക്കും. ഇത്ര ഗൗരവത്തോടെ ഗുരുദേവൻ അമൃതധാരയെ കുറിച്ച് പറയുമ്പോഴും നിസ്സാരമായി കേൾക്കുന്നത് പോലെയാണ് അമരൻ ഇരുന്നത്. അവൻ അറിയേണ്ടത് അതൊന്നുമായിരുന്നില്ല. ഔഷധക്കൂട്ടുകൾ തെറ്റായ അളവിൽ ചേർത്താൽ അതിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കും അറിയാം. എന്നാൽ ഞാൻ ചോദിച്ച ചോദ്യം മറ്റൊന്നാണ്. ഈ അമൃതധാര ഗുരുവിനല്ലാതെ മറ്റാർക്കെങ്കിലും നിർമ്മിക്കാൻ പറ്റുമോ പറ്റില്ലയോ? അതാണ് എനിക്കറിയേണ്ടത്. അമരൻ പറഞ്ഞതൊട്ടും ഇഷ്ടപ്പെടാത്ത പോലെ പുരികം ചുളിച്ചുകൊണ്ട് വരുണമിത്രൻ മറുപടി പറഞ്ഞു. പറ്റില്ല. അദ്ദേഹത്തിന്റെ മറുപടി വിശ്വാസയോഗ്യമല്ലായിരുന്നു. മറുപടി കേട്ട അമരൻ ഏതോ ചിന്തയിലാണ്ടു. അതായത്
ഈ പ്രപഞ്ചത്തിൽ ഇത്രയും അത്ഭുത സിദ്ധിയുള്ള അമൃതധാര എനിക്ക് മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഭിമാനപൂർവം വരുണമിത്രൻ ഇത് പറയുമ്പോൾ അഹംഭാവത്താൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇത് കേട്ട് സന്തോഷവാനായ അമരൻ ആവേശത്തോടെ, ഗുരുദേവ, ഇതാണ്, ഈ മറുപടിയാണ് ഞാൻ അങ്ങിൽ നിന്നും പ്രതീക്ഷിച്ചത്. ഞാൻ കാത്തിരുന്ന, ആഗ്രഹിച്ച മറുപടി അത് ഇതാണ് ഗുരുദേവ. ആ നേരത്ത് അമരൻ ഭൂമിയിലും ആകാശത്തുമല്ലായിരുന്നു. ആ മറുപടി കേട്ട അവൻ അത്രമേൽ ആവേശത്തിമിർപ്പിലായിരുന്നു. അമരൻ എന്താണ് പറയാൻ വരുന്നതെന്ന് മനസ്സിലാകാതെ വരുണമിത്രൻ സംശയത്തോടെ അവനെ നോക്കി നിന്നു. ഈ അമൃതധാര നമുക്ക് ലേലത്തിന് വിറ്റാലോ എന്നൊരാലോചന എന്റെ മനസ്സിലുണ്ട്, അമരൻ പറഞ്ഞു. പറഞ്ഞത് മനസ്സിലാകാതെ വരുണമിത്രൻ അവനെ തുറിച്ചു നോക്കി. അമര, നീ എന്താണ് പറയുന്നത്? എനിക്ക് നിന്റെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. വ്യക്തമാക്കിയാലും. വ്യക്തമാക്കി തരാം ഗുരുദേവ. നമ്മൾ അമൃതധാര നിർമ്മിച്ച് ലേലത്തിൽ വിൽക്കുന്നു. അധിക പണം തന്ന് ലേലം പിടിക്കുന്നവർ അമൃതധാര സ്വന്തമാക്കുന്നു. അങ്ങനെ നമുക്ക് ധാരാളം പണം ലഭിക്കുന്നു. വീണ്ടും ഔഷധക്കൂട്ടുകൾ വാങ്ങി വീണ്ടും ലേലത്തിന് വെക്കുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ അമൃതധാര നിർമ്മിക്കാനുള്ള മൂലികകൾ വാങ്ങുവാനുള്ള പണം നമ്മുടെ പക്കൽ എല്ലായ്പ്പോഴും ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം അമൃതധാരയ്ക്കും പഞ്ഞമുണ്ടാവുകയില്ല. അമരൻ പറഞ്ഞു കഴിഞ്ഞതിന് ഗുരുദേവന്റെ മറുപടിക്കായി കാതൂർത്തിരുന്നു.